ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഫെബ്രുവരി മാസം 16 2025 നമുക്ക് രാത്രി പ്രാർത്ഥനയായി കൂടി വരുവാൻ കർത്താവ് തന്ന സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ആൾക്കാർക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം. പ്രൈലൈൻ മിനിസ്ട്രിയുടെ ശുശ്രൂഷകളിൽ അതിപ്രധാനമായ ഒരു മീറ്റിംഗാണ് രാത്രി പ്രാർത്ഥന. പലർക്കും സാധിക്കാത്തത്, എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ നാളിലൊക്കെ നമുക്ക് കർത്താവിൻ്റെ കൃപയാൽ സാധിക്കാൻ സാധിച്ചത് കർത്താവിൻ്റെ കൃപയാണ്. ഇന്ന് രാത്രിയിലും ഈ രാത്രിയിലെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ധാരാളമായി പ്രേരപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഒരു അല്പസമയം രാത്രിയിൽ വേറിരുന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹമായ കാര്യമാണ്. കർത്താവ് നമുക്ക് ഇത്രത്തോളം ആയുസ്സും ആരോഗ്യം തന്നല്ലോ, സ്വസ്ഥത സമാധാനം തന്നല്ലോ. നിരവധി വിഷയങ്ങൾ, ഭാരങ്ങൾ കടന്നു പോയപ്പോൾ എങ്ങനെ അതിൽ നിലനിന്ന് പോകും എന്നുള്ള ഭാരമേറിയ വിഷയങ്ങൾ വന്നപ്പോഴൊക്കെ കൈവിടാതെ നമ്മെ താങ്ങി നിർത്തിയ ദൈവസ്നേഹത്തിനായി നന്ദി പറയാം. നമ്മുടെ സഹായം സ്വർഗത്തിൽ നിന്നാണ് വരുന്ന സഹായം, ഭൂമിയിൽ നിന്ന് വരുന്ന സഹായമല്ല. സ്വർഗത്തിൽ നിന്നാണ് സഹായം വരുന്നത്. നമുക്കറിയാം, ഒരു സഹായത്തിൻ്റെ ആ ഉറവിടം എവിടെയാണോ അതിനത്രമാത്രം വിലയുണ്ട്. നമുക്ക് ഉന്നതമായൊരു സ്ഥലത്ത് നിന്ന് സഹായം വന്നാൽ ഭൗമിക മേഖലയിൽ നമുക്കറിയാം, ഒരാൾ വിളിച്ചു പറഞ്ഞാൽ, വലിയൊരാൾ വിളിച്ചു പറഞ്ഞാൽ അതിന് വലിയൊരു വിലയുണ്ട്. ആ സഹായം അവിടെ നിന്ന് ഇപ്പോൾ ഒരു കാര്യം മൂവ് ചെയ്യാനായിട്ട് നമുക്ക് എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സഹായമാണ്. അവരവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ കാര്യം നടക്കും, പെട്ടെന്ന് കാര്യം നടത്താണ്ടിടയാത്തിൽ. നമ്മളൊരു പക്ഷേ പല നാളുകളായി കാത്തിൽ നിന്ന് നടക്കാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സഹായത്തിനുള്ളൊരു വിളിച്ചു പറഞ്ഞാൽ കാര്യം നടക്കും. അതിനെ ശുപാർശ എന്നാണ് പറയുന്നത്. അതിനുള്ള വഴികളുണ്ട്. കാരണം ന്യായമായ കാര്യമാണെങ്കിൽ പോലും പലപ്പോഴും കാലതാമസം വരുമ്പോൾ അത് നടത്തിയെടുക്കാൻ വേണ്ടി അങ്ങനെയുള്ള സഹായം പലപ്പോഴും നമ്മൾ ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ ആ സഹായമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഭൗമികമായിട്ടുള്ള സഹായം, എന്നാൽ ദൈവം പറയുന്നത് നമ്മുടെ സഹായം സ്വർഗത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ദൈവം തരുന്ന സഹായം അത് പ്രാപിച്ചെടുക്കുന്ന നാം എത്ര ഭാഗ്യമുള്ളവരാ. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് വേണ്ടി സ്വർഗം തീരുമാനമെടുത്ത് അരുളപ്പാടയച്ചാൽ, ആലോചന അയച്ചാൽ, മറുപടി തന്നാൽ അതിന് മീതെ മറ്റൊരു നാമമില്ല, മറ്റൊരു ശക്തിയില്ല. അതുകൊണ്ടാണ് ആ സഹായത്തിൻ്റെ ശക്തി മറ്റൊരു ശക്തിക്കും അതിനെ കീഴ്പ്പെടുത്താൻ കഴിയാത്തത്. പക്ഷേ ഒരു അധികാരി പറഞ്ഞാൽ അതിനേക്കാൾ മേലധികാരി കാണും, തടയാൻ കാണും. എന്നാൽ ഒരു ശക്തിക്കും തടയാത്ത ഒരു സഹായമാണ് ദൈവമക്കൾക്ക് വേണ്ടി സ്വർഗം അയക്കുന്ന സഹായം. അതുകൊണ്ട് അവൻ എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഇത് രാത്രിയിലും നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ സ്വർഗത്തിൽ നിന്ന് ദൈവം നമുക്ക് സഹായമായി, ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള വചനം നമുക്ക് അനുകൂലമായി പുറപ്പെട്ടു കഴിഞ്ഞാൽ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. അതുകൊണ്ട് രാത്രിയിലും സന്തോഷത്തോടെ ഇരിക്കണം. ദൈവം നമുക്ക് അനുകൂലമാണ്. അവൻ്റെ സഹായം നമുക്ക് എപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് നാം നിലനിൽക്കുന്നത്. അവൻ അയച്ചിരിക്കുന്ന സഹായത്തിനായി സ്തോത്രം ചെയ്യാം. അത് നമുക്ക് അനുകൂലമായി മനുഷ്യരെ, നിയമങ്ങളെ, രാജ്യങ്ങളെ നിയന്ത്രിച്ച് നമ്മുടെ കാര്യങ്ങൾ നടത്തി നമ്മൾ വിജയോത്സവം നടത്തുവാൻ കർത്താവ് വിശ്വസ്തൻ തന്നെയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അതിൻ്റെ 48 വാക്യം ചെറിയൊരു വാക്യമാണ്. ഞാനത് വായിച്ച് രാത്രിയിൽ അല്പസമയ ദൈവം ചിന്തയ്ക്കായി അതിൽ നിന്ന് ചിന്തിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. ഒരു സംഗതി അത്രയേ ഉള്ളൂ. ലൂക്കോസ് സുവിശേഷം 24 അതിൻ്റെ 48 വാക്യത്തിൽ പറയുന്നത്, ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷമായി തൻ്റെ ശിഷ്യഗണത്തോട് 40 ദിവസം ഒലിവുമലയിൽ നിന്ന് അവൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായി അവൻ അരുളി ചെയ്ത വാക്യമാണ് ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു എന്നുള്ളത്. എന്താണ് സാക്ഷ്യം എന്നുള്ളത് നമുക്കറിയാം. സാക്ഷ്യം, വിറ്റ്നസിങ്, അല്ലെങ്കിൽ നാം സാക്ഷ്യം പറയുന്നവരാണ്, ഉള്ളവരാണ്. നമുക്കൊക്കെ സാക്ഷ്യമുള്ളവരാണ്. എന്താണ് ആ സാക്ഷ്യം എന്നുള്ളതാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്. അപ്പോൾ എന്നാൽ ദൈവസഭയ്ക്കുള്ളതുപോലുള്ള സാക്ഷ്യം മറ്റുള്ളവർക്കില്ല. കഥകൾ പറയുന്നിടത്ത് സാക്ഷ്യം കാണത്തില്ല. എന്നാൽ കണ്ടതിനും കേട്ടതിനും അതിനെ തെളിവുള്ളതിനാണ് സാക്ഷ്യമുള്ളത്. അറിയാം, കാണുന്നതിനും കേൾക്കുന്നതിനും ഒക്കെയാണ് സാക്ഷ്യമായിട്ട് പറയാനുള്ളത്. ഇവിടെ പറയുകയാണ് ഇതിന് നിങ്ങൾ സാക്ഷികളാകും. അപ്പോൾ യേശു കർത്താവ് ലോകത്തിൽ വന്ന് തൻ്റെ പ്രവൃത്തി തികച്ച ശേഷമായി പറഞ്ഞു,
പഴയ നിയമത്തിൽ മുഴുവനും അത് സാക്ഷ്യ വചനങ്ങളായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് തിരുവഴുത്തുകളിൽ തിരിച്ചറിയണന് പറയുന്നത്. അവനെ അവരോട് ഇതാകുന്നു, ഞങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ എഴുതപ്പെട്ടത് വായിച്ചു കേൾക്കുവാനേ കഴിയത്തുണ്ടായിരുന്നുള്ളൂ. പഴയ നിയമത്തിൽ അത് കേൾവിയായി മാറി. എഴുതിയിരുന്ന ദൈവത്തിൻ്റെ ആലോചനകൾ നമുക്കറിയാം. ആദ്യം ദൈവം സംസാരിക്കുന്നത് വാമൊഴിയായി സംസാരിച്ചു. പിന്നീട് ഇസ്രായേലിന്റെ രാഷ്ട്രം രൂപപ്പെട്ടവർക്ക് വരമൊഴിയായി കൊടുത്തു. അപ്പോൾ വാമൊഴിയും വരമൊഴിയായി പഴയ നിയമത്തിൽ ഇരുന്നത് മുഴുവനും സാക്ഷീകരിച്ചത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് സാക്ഷീകരിച്ചത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വാമൊഴിയായും വരമൊഴിയായും ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം നിവൃത്തീകരിച്ചു. അതിനാണ് പറയുന്നത്, ഞങ്ങൾ കേട്ടതിനും കണ്ടതിനും ഞങ്ങൾ സാക്ഷികളാകുന്ന കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ പറഞ്ഞു. ഞങ്ങൾ കണ്ടതിനും കേട്ടതിനും ഞങ്ങൾ സാക്ഷികളാണ്. സാക്ഷിയുടെ സമൂഹത്തെക്കുറിച്ച് നമുക്ക് എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ കാണാൻ സാധിച്ച സാക്ഷിയുടെ സമൂഹമുണ്ട്. 12-ാം അധ്യായത്തിൽ പറയുമ്പോൾ സാക്ഷിയുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുകയാണെന്നാണ്. അപ്പോൾ അന്ന് സാക്ഷ്യം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ വിശ്വാസത്തിന് സാക്ഷ്യം ഉണ്ടായത്. വിശ്വാസം. അപ്പോൾ വിശ്വാസം വരുന്നതിന് മുമ്പ് അവർക്കുണ്ടായ സാക്ഷ്യം മുഴുവനും അവരുടെ ജീവിതത്തിൻ്റെ അത്ഭുതങ്ങളായി തീർന്നപ്പോഴാണ് അവർ സാക്ഷിയായി തീർന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ വിശ്വാസം വന്നതിന് ശേഷമായി, ക്രിസ്തു വെളിപ്പെട്ട ശേഷമായി നാം കണ്ടിട്ടല്ല അതിന് സാക്ഷ്യം വഹിക്കുന്ന അനുഭവിച്ചിട്ടാണ്, നമ്മൾ അതിൻ്റെ ഭാഗമായി തീർന്നിട്ടാണ്. അപ്പോൾ 12-ാം അധ്യായത്തിൽ എബ്രായലേഖനം വന്നത്, ആകയാൽ നാമും സാക്ഷിയുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും നാം പറഞ്ഞിരിക്കുന്നത്. ഇവരൊക്കെ വിശ്വസിച്ചു. അവർ വിശ്വസിച്ചപ്പോൾ അത് സാക്ഷ്യമായി തീർന്നു. വിശ്വസിച്ചപ്പോൾ അത് സാക്ഷ്യമായി തീർന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹാബേൽ മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം 15 കൂട്ടരെക്കുറിച്ചുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മോശയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇസ്ഹാക്ക്, യാക്കോബ്, അബ്രഹാം ഇവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ വിശ്വസിച്ചു, അത് പ്രവർത്തിച്ചു. ഇപ്പോൾ ഒരു കാര്യം പറയുന്നത്, അവർ എരിഹോ മതിൽ ചുറ്റി നടന്നു. അവർ 7 ദിവസം ചുറ്റി വന്നു. എരിഹോ മതിൽ വീണു കഴിഞ്ഞപ്പോൾ അത് സാക്ഷ്യമായി തീർന്നു. അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് സാക്ഷ്യമുളവാകുകയാണ് പഴയ നിയമത്തിൽ സംഭവിച്ചത്. അബ്രഹാം വിശ്വസിച്ചു, അതവർ നീതിയായി കണക്കിട്ടു. അത് സാക്ഷ്യമായി തീർന്നു. അങ്ങനെ നാം ഇതൊക്കെ വായിക്കുമ്പോൾ ചെങ്കടൽ അവർ പോകുമ്പോൾ അവർ വിശ്വസിച്ചു, മോശയുടെ വാക്ക് വിശ്വസിച്ച് അവർ ഇറങ്ങിത്തിരിച്ചു. അവർക്ക് ആ ചെങ്കടൽ മാറിക്കൊടുത്ത് സാക്ഷ്യമായി തീർന്നു. അങ്ങനെ വിശ്വാസം സാക്ഷ്യമായി തീർന്നതാണ് പഴയ നിയമത്തിൽ കാണുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തുന്നതിനുമായ യേശു വന്ന് ആ സാക്ഷ്യത്തിൻ്റെ പ്രവൃത്തിയെ തികച്ച ശേഷമായി അത് സാക്ഷ്യമായി ലോകചരിത്രത്തിൽ രേഖപ്പെടുത്തി. അത് എന്നേക്കുമുള്ള സാക്ഷ്യമായി നിൽക്കുന്നു. അത് ദൈവത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് ദൈവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് സാക്ഷ്യം എന്നുള്ളത് ഇന്ന് രാത്രിയിൽ അറിയാത്തവരല്ല നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ എന്താ സാക്ഷ്യം പറയുന്നുള്ളത്. അപ്പം അതേക്കുറിച്ച് വ്യക്തമായിട്ടുള്ള സാക്ഷ്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഒന്ന് യോഹന്നാൻ എഴുതിയ ലേഖനത്തിൻ്റെ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് സാക്ഷ്യം എന്താണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവത്തിൽ നിന്ന് വിശ്വസിക്കുന്നതല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? അപ്പോൾ നമ്മുടെ സാക്ഷ്യം വിശ്വാസമാണ്. പഴയ നിയമത്തിൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ, അത് എരിഹോ മതിൽ വീണതും ചെങ്കടൽ പിളർന്നതും മറ്റുള്ള അപ്പം തിന്നതും അന്യ സൈന്യത്തെ ഓടിച്ചു കളഞ്ഞതും തീയുടെ ബലത്തേക്ക് എടുത്തതും സിംഹത്തിന്റെ വായ അടച്ചതും ഒക്കെ സാക്ഷ്യങ്ങളായിട്ട് വിശ്വാസത്തിൽ ഉത്ഭവിച്ചെങ്കിൽ, പുതിയ നിയമത്തിന്റെ സാക്ഷ്യം എന്നുള്ളത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് നമ്മുടെ സാക്ഷ്യം. ഇപ്പം വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? അപ്പോൾ നമ്മുടെ സാക്ഷ്യം ജയത്തിന്റെ സാക്ഷ്യമാണ്, പരാജയത്തിന്റെ സാക്ഷ്യമല്ല. ഇന്ന് രാത്രിയിൽ ദൈവവചനം കേൾക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഞാനും നിങ്ങളും
പരാജിതരല്ല, ജയാളികളാണ്. കാരണം യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നാം ലോകത്തെ ജയിച്ചവരാണ്. നാം സാത്താനെ ജയിച്ചവരാകുന്നു. നാം ദിവസങ്ങളിൽ ലോകത്തെയും പാപത്തെയും ജയിക്കുവാൻ കാരണമാറ്റുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അതാണ് നമ്മുടെ സാക്ഷ്യം. ലോകത്തെ ദൈവത്തിന് വന്നു വിശ്വസിക്കല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? എങ്ങനെ പറയുകയാണ് ആ വിശ്വാസം. അപ്പൊ നമ്മുടെ വിശ്വാസം ഇവിടെ ആകാശത്ത് നിന്ന് അടയാളം വീഴുന്നതോ അല്ലെങ്കിൽ ദിവസങ്ങളിൽ വരുന്ന എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളെ കണ്ടുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ആന ഇറങ്ങി വലിയ വിഷയം ഉണ്ടാക്കുക. നമുക്കറിയാം, കാട്ടാനകളൊക്കെ ഇറങ്ങുന്നു. എത്രയോ പേരെയോ കുത്തിക്കൊണ്ട്. ഞാൻ ഇതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചപ്പോൾ സംഭവിക്കുന്നതിൻ്റെ കാര്യം ഇതൊക്കെ ഒരു നിഴലാണ്, ഇതൊക്കെ ഒരു അടയാളമാണ്, സൂചനയാണ്. ഇവിടെ ദൈവം വായിക്കുമ്പോൾ അത് വ്യക്തമാണ്, എല്ലാം എഴുതിയിട്ടുണ്ട്. കാട്ട് മൃഗങ്ങളെ കൊണ്ടും മഹാവ്യാധി കൊണ്ടും രോഗം കൊണ്ടും വാള് കൊണ്ടും 4 വിധ ബാധകൾ കൊണ്ട് മനുഷ്യൽ 3 തന്നെ കൊന്നുകളയുന്നു. ഇപ്പം അതിനൊരു തെളിവായിട്ട് നമുക്കറിയാം, കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടു. അതുപോലെ യുദ്ധം വരുമ്പോൾ, അതുപോലെ കാട്ടുമൃഗങ്ങളെ ഇറക്കി വിടുന്ന സമയത്തൊക്കെ വരുമ്പോൾ ഇതൊക്കെ വെള്ളി പിടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ദൈവം പറഞ്ഞ അതിവിട്ട് ലംഘിച്ച് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കൊന്നുകളയാനുള്ളൂ. ഇപ്പം ഇത് കാണുന്നത് ഇതൊക്കെ അടങ്ങി ഒതുങ്ങി വന്യമൃഗങ്ങൾ നിൽക്കുന്ന, അവിടെ ദൈവത്തിൻ്റെ കൽപ്പന നിൽക്കുന്നതാണ് ഇപ്പോൾ ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ കാരണം. ഇനിയിപ്പം നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ചിന്തിക്കുന്നത് വനവും മനുഷ്യൻ താമസിച്ച സ്ഥലവും തമ്മിലുള്ള ആ ഏരിയ ക്ലീൻ ചെയ്തിടാം. ഇപ്പം വനവും മനുഷ്യൻ താമസിച്ച സ്ഥലവും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ കിടക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ വഴിതെറ്റി കയറി വരുന്നത്. കൊണ്ട് അതിനെ കുറേ മീറ്റർ, 10-200 മീറ്ററെങ്കിലും വേർതിരിച്ചിട്ട് ഒരു അതിർത്തി പോലെ ഇടാമെന്നുള്ള ചിന്തയിലാണ് ഗവൺമെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, അതിർത്തി ഉണ്ടായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ ഇപ്പോൾ അത് കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഈ മൃഗങ്ങൾക്കറിയത്തില്ല വനമേതാ മനുഷ്യ താമസിക്കുക എന്നറിയത്തില്ല, അതിൽ ഇറങ്ങി വരുന്നതുകൊണ്ടാണ് വിഷയം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു തെളിവാണ്. എന്നാൽ 1000 ആണ്ട് വാഴ്ച നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ഈ കലി പൂണ്ട് കിടക്കുന്ന ആനയും സിംഹവും അത് പാമ്പും അതെല്ലാം അന്ന് ക്ഷുദ്രജീവികളാകത്തില്ല എന്നുള്ളതും രേഖപ്പെടുത്തിയിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അത് സത്യമാണെന്നുള്ളത് ഈ ഭൂമിയിൽ തന്നെ നടക്കാൻ പോകുന്ന സംഭവമാണ്. ഇന്ന് കാണുന്ന കലി പൂട്ട് നടക്കുന്ന ക്ഷുദ്രജീവികളായിരിക്കുന്നതൊക്കെ 1000 ആണ്ട് വാഴ്ച കർത്താവ് ഇവിടെ ഇവിടെ വാഴുമ്പോൾ അന്ന് സമാധാനത്തിലായിരിക്കും അതായിരിക്കുന്നത്. അവിടെ പറയുന്നത് പൈതങ്ങൾ സർപ്പത്തിൻ്റെ പോതെങ്കിൽ കൈയിടുമെന്ന് പറയുന്നത്, ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മെയ്യെന്ന് പറയുന്നത്, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നുമെന്ന് പറഞ്ഞിരിക്കുന്നത്, സസ്യബുക്കുകളായി മാറും. അപ്പം ദൈവം ഭരിക്കുമ്പോൾ ഇവിടെ സമാധാനമുണ്ടാകും. കാട്ടുമൃഗങ്ങൾ എന്നുള്ളത് മനുഷ്യനോട് ഇണങ്ങി നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്ന് കടിച്ചു കീഴ്ക്കൊള്ളുന്ന സംഭവത്തിൽ. എന്നാൽ ഒരിരുൾ വരുന്നുണ്ട്. എത് ക്രിസ്തുവാകുന്ന ദൈവമെന്ന് സ്വയം പ്രഖ്യാപിക്കപ്പെടുന്ന ദൈവമെന്നോ പൂജാവിഷയമെന്നോ എന്നുള്ള സകലത്തിന്മേലും തന്നെത്താൻ ഉയർത്തുന്നതിൻ്റെ എതിരാളി വരുന്നതിന് മുമ്പാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഏത് ക്രിസ്തു വരുന്നത് കൊണ്ടാണ്, അവൻ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് കൊണ്ടാണ് സാത്താനിക ആരാധന ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ, വളരെ ശക്തമായി പ്രാർത്ഥിക്കണം. രാത്രിയിലൊക്കെ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ഹോസ്റ്റലുകൾ ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മുടെ ഹോസ്റ്റലുകൾ, നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ താമസിക്കുന്ന ജോലി സ്ഥലങ്ങൾ, മറ്റുള്ള സ്ഥലങ്ങൾ എല്ലാത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി രാത്രി കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് നാം ശക്തമായി രാത്രിയിൽ പ്രാർത്ഥിക്കും. ഇങ്ങനെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി ഇങ്ങനെയുള്ള ശക്തികളെ ഇല്ലാതാക്കി കളയുന്നത്. ദൈവമക്കൾ ഉണ്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാരത്തിൻ്റെ കെട്ടുകൾ, അവൻ്റെ ആലോചനകൾ ഇല്ലാതായി തീരും. ഞാൻ പറഞ്ഞല്ലോ, വികസിതമില്ലാത്ത സ്ഥലങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചാൽ വികസിതമായി തീരും. നാം പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ ചെയ്യും. രാത്രിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ മാറ്റമുണ്ടാകും. ഏത് കാര്യങ്ങളെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇതിൽ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞാൻ പറഞ്ഞത്, എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോകുന്നു. അവൻ വരുന്നതിന് മുമ്പായി അവൻ്റെ സമയത്തുണ്ടാകുന്ന എന്തെല്ലാം കാര്യങ്ങളാണെന്ന് വെളിപ്പാട് രേഖപ്പെടുത്തുന്നത് സംഭവിക്കും. അതിനുള്ള ചില തെളിവുകൾ നൽകുകയാണ്. തെളിവുകൾ നൽകി നമ്മളെ ഓർമ്മപ്പെടുത്തുക, ലോകത്തെ ഓർമ്മപ്പെടുത്തുക. ഇത് സംഭവിക്കും. വേദവചനത്തിൽ വരാനുള്ളതിൻ്റെ എന്താണ് രേഖപ്പെടുത്തുന്നാൽ അതിനുശേഷം പറഞ്ഞല്ലോ, ഈ പറയുന്ന 7 വർഷത്തിൽ ചുരുക്കം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേ മൃഗങ്ങൾ തന്നെ എന്ത് ചെയ്യും? ഈ പക്ഷികൾ അതൊക്കെ രക്തം കുടിച്ച് മാംസം തിന്ന് വലിയ വലിയൊരു യാഗം തന്നെ ദൈവം ഒരുക്കി കൊടുക്കുന്ന പറയുന്നത് സംഭവിക്കാനുള്ളതാണ് പ്രിയപ്പെട്ടവർ. അത് എന്നാൽ അതിനുശേഷമായി പിന്നീട് ഒരിക്കലും രക്തച്ചൊരിച്ചിലുണ്ടാകുന്ന യുദ്ധം ഉണ്ടാകത്തില്ല. യുദ്ധം തീരാൻ പോകുക, രഥങ്ങളെല്ലാം ഒടിച്ച് യുദ്ധം തീരാൻ പോകുക. അതിനു മുമ്പായിട്ടുണ്ടാകുന്ന വലിയ
പ്രതിസന്ധികളെ കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളും മനസ്സിലാക്കുന്നത്. അതുകൊണ്ടിപ്പം ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് കർത്താവ് അവരെ ഒരുങ്ങണമെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ പഠിപ്പിക്കത്തുമില്ല പ്രിയപ്പെട്ടവരെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ആനയടങ്ങുന്നു, അതുകൊണ്ട് നമ്മൾ ഒരുങ്ങണമെന്നല്ല ലോകത്തോട് സംസാരിക്കും. ദൈവമക്കളോട് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരുക്കണം. നമ്മുടെ ശാസ്ത്രം എപ്പോഴാണ് തീരുന്ന അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ആനയടയുന്നതോ മഹാമാരി വരുന്നതോ ഭൂകമ്പം ഉണ്ടാകുന്നതോ അതൊക്കെ അതിൻ്റെതായ രീതിയിൽ ഉണ്ടാകട്ടത് സാക്ഷ്യമായി നിൽക്കുമ്പോൾ വിശ്വാസത്തടങ്ങിയ ദൈവമക്കളുടെ ചിന്താഗതി എപ്പോഴും ലക്ഷ്യത്തിലേക്ക് നീങ്ങി എനിക്ക് എൻ്റെ കർത്താവ് വരുമ്പോൾ പോകണം എന്നുള്ള ആ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം നാം. ഈ പുറമേ കണ്ടത് കണ്ടല്ല ഒരുങ്ങേണ്ടത്. ഇന്ന് രാത്രി ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് നമ്മുടെ കോൺഫറൻസിനൊക്കെ പറഞ്ഞതുപോലെ ലക്ഷ്യം കാണുന്നവൻ എന്നും ഒരുക്കം കാണും. അവൻ ദൈവത്തോട് പറയും, കർത്താവ് എനിക്കൊന്നും ആയിട്ടില്ല, ഒരുങ്ങാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ബലഹീനത എന്നെ കരുതണമേ, എന്നെ കർത്താവ് എന്നെ ഒരുക്കിയെടുക്കണമേ എന്ന് അവൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട്. അതുകൊണ്ട് ദിവസങ്ങളിൽ നാം ഇതൊക്കെ പറയുന്നത് പഠിപ്പിക്കുന്നത് ലോകത്തോട് പഠിപ്പിക്കണം, പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കണം, മറ്റുള്ള സ്ഥലങ്ങളിൽ വിളിച്ചു പറയണം, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിളിച്ചു പറയണം. കാരണം ഇതൊക്കെ വിളിച്ചറിയിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ളത്. പൈശാചിക ആരാധന വല്ലാതെ പ്രബലപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ നാം ദിവസങ്ങളിൽ ക്ലാസ്സിലെടുക്കണം, പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ പരസ്യമായി പ്രസംഗിക്കണം. അതേ ഈ ദിവസം ആരെങ്കിലും കേട്ട് മാനസാന്തരപ്പെടുവാൻ ഇടയാത്തി. അതുകൊണ്ടാണ് പരസ്യയോഗങ്ങളൊക്കെ ഇത് മറ്റുള്ള ആരെ കുറ്റപ്പെടുത്തി വിമർശിക്കാനല്ല, നമ്മൾ ഒരിക്കലും അതിനുവേണ്ടിയല്ല ചെയ്യേണ്ടത്. നാം പ്രസംഗിക്കേണ്ടത്, അറിയിക്കേണ്ടത് ഇങ്ങനെ ഒരു സമയം വരാൻ പോകുന്നു, സാത്താനെ ആരാധിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്ന രീതിയിൽ അവൻ്റെ വേഷഭൂഷാദികൾ ധരിക്കുന്നവരും അവനെ ആരാധിക്കുന്നവരും അവനെ പീഡിപ്പിക്കുന്നവരും എഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് ദിവസങ്ങളിൽ നാം എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, സഭ ഉണരണം, ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ശക്തമായി പ്രാർത്ഥിച്ച് അതിൻ്റെ ശക്തിയിൽ ഇല്ലാതാക്കുന്നത് വരും നിശ്ചയമാണ്. പക്ഷേ എന്നാൽ അത് വ്യാപരിക്കാതിരിക്കുവാൻ ഇപ്പോൾ തടയുന്ന പരിശുദ്ധാത്മാവ് കൂടി ഉണ്ട്. അതുകൊണ്ട് ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നമ്മുടെ തലമുറകളിലോ നമ്മുടെ ദേശത്തോ ഉയരാതിരിക്കാൻ വേണ്ടി, രാജ്യത്ത് ഉയരാതിരിക്കാൻ വേണ്ടി ദൈവമക്കൾ ദിവസങ്ങളിൽ ശക്തിയോടെ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടിയാണ് നാം സമയം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് വലിയ ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് ദിവസങ്ങളിൽ വളരെ ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കാം. ആത്മഹത്യകൾ പെരുകുന്നു, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ വിവാഹമോചനം നടക്കുന്നു, പല വിധമായ വിഷയങ്ങളുണ്ടാകുന്നു, കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നു, പൈശാചികൻ അനേകരെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിടന്നുറങ്ങുവാൻ കഴിയും? അതുകൊണ്ട് ദിവസങ്ങളിൽ സടകുടഞ്ഞ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. അതേ ഒരിടത്ത് സംഭവിക്കാതിരിക്കാൻ, അർത്ഥമുണ്ടാകാതിരിക്കാൻ, പ്രശ്നമുണ്ടാകാതിരിക്കാൻ, ശത്രു ദിവസങ്ങൾ പ്രബലമാകാതിരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ശക്തമായി മുന്നേറിയ ദിവസങ്ങളിൽ അനേകം രക്ഷിക്കപ്പെടുവാൻ, ദൈവത്തിലേക്ക് വരുവാൻ, പ്രത്യേക യുവജനങ്ങൾ, തലമുറകളൊക്കെ ദൈവത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ ഇഷ്ടമെല്ലാം ചെയ്തെടുക്കും. നമ്മൾ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പഴയ നിയമത്തിൽ അവർ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവനീതിയെ കണക്കിട്ട് അവർ കാണാൻ സാധിച്ചു, അവരുടെ മുമ്പിൽ അത് വെളിപ്പെട്ടു. പക്ഷേ പുതിയ നിയമത്തിൽ നമുക്ക് അങ്ങനെയൊന്നും പ്രത്യക്ഷമായിട്ടൊന്നും കാണാനില്ല. അങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ എല്ലാവരും വിശ്വസിച്ചേനെ. നമുക്ക് ഇവിടെ ഇറങ്ങി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആകാശത്ത് ഇറങ്ങി കാണിക്കുകയോ അല്ലെങ്കിൽ അവിടെ അത്ഭുതം കാണിക്കുകയോ ഒരുപാട് ഓടിക്കൊടുമായിരുന്നു, അല്ലേ? ഇപ്പോൾ വിശ്വാസന പഠിക്കാൻ നടത്തി പഴയ നിയമത്തിൽ കാണിച്ചതുപോലെ ഗിദെയോനൊക്കെ അല്ലെങ്കിൽ അവരെ കാണിച്ച പോലുള്ളതായ പാറമേൽ അപ്പം വെച്ചിട്ട് വഴി കൊണ്ട് ഓടുമ്പോൾ അത് പെട്ടെന്നത് ദഹിച്ചു പോവുകയും അല്ലെങ്കിൽ യാഗപടി ഉണ്ടാക്കി തീയിറക്കി അത്ഭുതം നടത്തിയിരുന്നെങ്കിൽ ഒരുപാട് പേര് അത് കാണാൻ വേണ്ടി കൊണ്ടുവന്നേനെ. ആ സമയത്തേക്ക് മാത്രമുള്ളത് വരും. പക്ഷെ അങ്ങനെയല്ല നമ്മളത് പുതിയ നിയമത്തിൽ ഒന്നും കാണിക്കാനില്ല. പക്ഷേ ജീവിതത്തിൽ മാറ്റമുള്ളവൻ സാക്ഷ്യം പറയും. ക്രിസ്തു മുഖാന്തരമായി വിശ്വാസി വന്ന എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയും, ഞങ്ങൾക്കൊരു മാറ്റമുണ്ട്. അത് ഞങ്ങളുടെ അനുഭവമാണ്, ജീവിതത്തിൻ്റെ അനുഭവമാണ്. അത് മറ്റുള്ളവരെ നമുക്ക് എടുത്ത് കാണിക്കാൻ കഴിയത്തില്ല. വിശ്വാസം കാണാൻ കഴിയാത്തതുപോലെ വിശ്വാസത്തെ കാണിക്കാൻ കഴിയത്തില്ല. എന്നാൽ വിശ്വാസം അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുത്തുവാൻ കഴിയും. ഇവിടെ പറയുകയാണ് എന്താണ് യേശുവിൻ്റെ സാക്ഷ്യം, ക്രിസ്തുവിന്റെ സാക്ഷ്യം എന്താണെന്ന് പറയുകയാണ്, തുറന്നു പറയുന്നത് ലോകം അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കാൻ നമുക്ക് പറയാൻ സാധിക്കും? യേശുവിലുള്ള വിശ്വാസത്താൽ ലോകത്തെയും അതിലുള്ളവനെയും ജയിക്കാൻ എനിക്ക് കൃപ തന്നു. എന്നത്ര നമുക്ക് പറയാൻ സാധിക്കും. അതെ, ലോകത്തെ ജയിക്കുവാൻ, ജഡത്തെ ജയിക്കുവാൻ, ലോകത്തിൻ്റെ ദൈവത്തെ ജയിക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയത് ക്രിസ്തുവിൽ വിശ്വസിച്ചത് മൂലമാ. എന്താണ് ക്രിസ്തു മുഖാന്തരമുള്ള വിശ്വാസം? അവൻ 2000 വർഷം മുമ്പ് കാൽവറിയിൽ യാഗമായി തീർന്ന സാത്താനെയും അവൻ്റെ സൈന്യത്തെയും ആയുധം വർഗം താഴെ വെപ്പിച്ച് അവനവരെ പരസ്യമായി
പരാജയപ്പെടുത്തി ജയോത്സവം കൊണ്ടാടി ഒരു കൊടി ഉയർത്തപ്പെട്ടു. സ്നേഹത്തിന്റെ കൊടി യേശു ക്രിസ്തു ഒരു കൊടിയായി പിതാവാം ദൈവം ലോകത്തിന്റെ നെറുകയിൽ ഉയർത്തിയിട്ടുണ്ട്. സ്തോത്രം. നമുക്കറിയാം, പലരും കൊണ്ടുപോയി കൊടികൾ നാട്ടും. ഹിമാലയം കീഴടക്കുമ്പോൾ, ഓരോരോ കൊടുമുടികൾ കീഴടക്കുമ്പോൾ അവരവിടെ പോയി രാജ്യത്തിന്റെ പതാക ഉയർത്തി അവർ അഭിമാനിക്കും. നമ്മുടെ രാജ്യം അത് കൈയടക്കി എന്ന് പറയും. എന്നാൽ ദൈവരാജ്യത്തിന്റെ കൊടി അത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയത്തില്ല, ആർക്കും കാണാൻ കഴിയത്തില്ല. എന്നാൽ 2000 വർഷം മുമ്പ് സ്വർഗീയ പിതാവ് ഒരു കൊടി ഉയർത്തിയിട്ടുണ്ട്. യെരൂശലേമിൽ ഉയർത്തിയിരിക്കുന്ന, അതെ, ആ കാൽവറിയിൽ ഉയർത്തിയ സ്നേഹത്തിന്റെ കൊടി, സകല മനുഷ്യനെയും സ്നേഹിക്കുന്ന ദൈവ സ്നേഹത്തിന്റെ കൊടി ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ആ കൊടിക്കീഴിലാണ് യേശുക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ച ദൈവസഭ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നു. ഇന്ന് രാത്രിയിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ കൊടിക്കീഴിലിരുന്നുകൊണ്ട് ആ സ്നേഹം അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് ചലിക്കാതിരിക്കാൻ കഴിയത്തില്ല. ദൈവം നമ്മളെ എത്രത്തോളം സ്നേഹിച്ചല്ലോ, ഉയർത്തിയ എല്ലാ ദൈവത്തിന്റെ വഴികളെ ഓർത്തുകൊണ്ട് ഇന്ന് രാത്രി സ്തോത്രം നമ്മുടെ മീതെ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹത്തിന്റെ കൊടിയാണ്. ക്രിസ്തു യേശു മുഖാന്തരമുള്ള മാനവവംശത്തെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവത്തിന് കൃപ തോന്നി, ദൈവത്തിന് സ്നേഹം തോന്നി. അവൻ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി, അവനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർത്തവനെ ഒരു കൊടിയായി ഉയർത്തി ആ സ്നേഹം പരസ്യമായി പ്രദർശിപ്പിച്ചു. ആ പരസ്യമായി പ്രദർശിപ്പിച്ച ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കൃപ തന്ന ദൈവത്തിന് രാത്രി സ്തോത്രം ചെയ്യണം. അതാണ് നമ്മുടെ മീതെ പിടിച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ കൂടി. ആ സ്നേഹത്തിൽ നമ്മെ പിടിച്ചു പറിപ്പാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ടാണ് നാം ജയാളികൾ എന്ന് പറയുന്നത്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരമായി നാം ഇതിലൊക്കെയും എന്ത് ചെയ്യുന്നു? ജയം പ്രാപിക്കും. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരമായി ഇതിലൊക്കെയും നാം ജയം പ്രാപിക്കും. അതുകൊണ്ട് ദൈവമക്കൾ ജയാളികളാണ്. നമ്മുടെ തലമുറകൾ പരാജയത്തിനുള്ളതല്ല, നാം പരാജയപ്പെടാനുള്ളവരല്ല. കർത്താവിന്റെ സഭ ജയാളിയായി തീരും. കാരണം ഇതിന്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി അത് വലുതായതുകൊണ്ട്, വചനത്തിന്റെ ശക്തി വലുതായതുകൊണ്ട് നമ്മെ പരാജയപ്പെടുത്തുവാൻ ആർക്കും സാധിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും പറയണം, നാം ലോകത്തെ ജയിച്ച്, നാം സാത്താനെ ജയിച്ചിരിക്കുന്നു, ലോകത്തെ ജയിച്ചിരിക്കുന്നു, ജഡത്തെ ജയിച്ചിരിക്കുന്നു. ആ ജയം വിശ്വാസമാണ്, ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അതേക്കുറിച്ച് പറയാവുന്നതാണ്, ആത്മാവിനാലും രക്തത്താലും വന്നവൻ ഇവൻ ആകുന്നു യേശു ക്രിസ്തു എന്ന് കർത്താവ് പറഞ്ഞു. ഈ സാക്ഷ്യത്തിന് ഈ കാര്യത്തിന് നിങ്ങൾ സാക്ഷികളാകണമെന്ന് പറയുമ്പോൾ എന്താകുന്നു എന്നുള്ളത്, ഇതിന് നിങ്ങൾ സാക്ഷികളാകണമെന്ന് പറയുമ്പോൾ അത് എന്താകുന്നു എന്നുള്ളത് ഇവിടെ വിവരിച്ച് പറയുകയാണ്. യേശു ക്രിസ്തു ആരാകുന്നു? രക്തത്താലും ജലത്താലും വചനത്താലും വന്നവൻ ഇവനാകുന്നു യേശു ക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ, ജലത്താലും രക്തത്താലും തന്നെ ആത്മാവ് സാക്ഷ്യം പറയുന്നു. ആത്മാവ് സത്യമല്ലോ. സാക്ഷ്യം പറയുന്നത് മൂവറുണ്ട്. ആത്മാവ്, ജലം, രക്തം, ഈ മൂന്നിൻ്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന മലയാളത്തിൻ്റെ അകത്തുനിന്ന് വ്യത്യസ്തമായിട്ട് ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്. പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ അവിടെ കൂടുതലേ ഉള്ളൂ. പക്ഷേ ഇത് ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാക്ഷ്യം എന്ന് പറയുന്നത് ആത്മാവ് സത്യമല്ലോ. ആത്മാവ് സാക്ഷ്യം. ആരാണ് സാക്ഷ്യം പറയുന്നത്? ആത്മാവ് സാക്ഷ്യം പറയുന്നത്. ആരുടെ ആത്മാവാ? മനുഷ്യന്റെ ആത്മാവല്ല, സാക്ഷ്യം പറയുന്ന ആത്മാവ്. അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവ് സാക്ഷ്യം പറയുന്നിട്ട് പറയാണ് ആത്മാവ് സത്യമല്ലോ. നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയാ. ഒരു മനുഷ്യനും സത്യമല്ല, സത്യമുള്ളവരല്ല. അവരെല്ലാവരും ഭാവികളാണ്. ലോകത്ത് ജനിച്ച സകല മനുഷ്യരും ഭാവികളാ, ഭോഷ്കിലുള്ളവരാ, അസത്യത്തിലുള്ളവരാ. പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം ദൈവത്തെ അസത്യവാദിയാക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവ് സത്യമല്ലോ, അവൻ സത്യമാണ്. അതിൻ്റെ അർത്ഥം പിതാവാം ദൈവം സത്യമല്ലോ. ആത്മാവ് സത്യമല്ലോ എന്നതിൻ്റെ അർത്ഥം പിതാവാം ദൈവം സത്യമല്ലോ, ദൈവം സത്യമല്ലോ, ആത്മാവ് ദൈവമാകുന്നു. ദൈവം സത്യമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ദൈവം ആരാകുന്നു എന്നുള്ളതാണ് പിന്നീട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് സത്യമല്ലോ എന്ന് പറയാണ്. സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട് എന്ന് പറയാണ്. ആത്മാവാണ് സാക്ഷ്യം പറയുന്നത്. ആത്മാവ് സാക്ഷ്യം പറയുന്നു. ആത്മാവ് സത്യമല്ലോ പറയുന്നത്. ആത്മാവ് സത്യമല്ലോ സാക്ഷ്യം പറയുന്ന മൂവരുണ്ട്. അപ്പോൾ ദൈവിക തൃത്വത്തെ വെളിപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, കർത്താവിന്റെ വചനത്തിലെല്ലാം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംശയത്തിന് സാധ്യതയില്ലാതെ ഏത് ദുരുപദേശത്തിൻ്റെയും കൊമ്പൊടിച്ചു കളയുവാൻ തക്കതായ
ദൈവത്തിന് മർമ്മം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പറയാണ് ആത്മാവ് സാക്ഷ്യം. അതിൻ്റെ അർത്ഥം ദൈവം സാക്ഷ്യം പറയുന്നു, പിതാവാൻ ദൈവം സാക്ഷ്യം പറയുന്നു. എന്നിട്ട് പറയാണ് ആത്മാവ് സത്യമല്ലോ. ഇതിലേക്ക് ഞാൻ വരാം. എന്താണ് അന്നത്തെ ന്യായാധിപനായിരുന്ന പീലാത്തോസ് അറിയത്തില്ലായിരുന്നു. പീലാത്തോസിന് സത്യം എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവൻ അന്ന് ന്യായം വിധിക്കാൻ വേണ്ടി ഇരിക്കുക, സിംഹാസനത്തിരിക്കുക, ന്യായം വിധിക്കാൻ വേണ്ടി ഇരിക്കുക. യേശു അവനോട് ചോദിച്ചപ്പോൾ കർത്താവ് അവനോട് ഉത്തരം പറഞ്ഞു. പക്ഷെ അവനത് മനസ്സിലായില്ല. യേശു പറഞ്ഞത് സത്യത്തിന്റെ സാക്ഷ്യം പറയേണ്ടതിന്, അല്ലെങ്കിൽ സത്യത്തിന് സാക്ഷിയായി നിൽക്കേണ്ടത് ഞാൻ ജനിച്ചു എന്ന് പറയുന്നത്. യേശു പറഞ്ഞു 18-ാം 37 വാക്യങ്ങൾ. എന്നാൽ എൻ്റെ പറഞ്ഞ പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെ അല്ലയോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷിയാ നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തെ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവനെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. ഇവിടെ സത്യം എന്നാൽ എന്തെന്നുള്ളത് പക്ഷെ നമ്മൾ വായിക്കും. നമ്മൾ യോഹന്നാൻ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുക, പഠിപ്പിക്കുന്ന വിഷയം പുസ്തകം എടുക്കുന്നുണ്ട്. സത്യം എന്നാൽ എന്തെന്ന് പീലാത്തോസ് ചോദിച്ച ചോദ്യം ഇന്നും അനേകർക്ക് അറിയത്തില്ല. ഉത്തരം പറയാൻ പറ്റുന്ന ലോകത്തുള്ള ആരെങ്കിലും ഉണ്ടോ? എന്താണ് സത്യം എന്നാൽ പറഞ്ഞ എന്താണ്? ഇവിടെ പീലാത്തോസ് ചോദിച്ച അതേ ചോദ്യം ഇന്നും അനേകർ വായിച്ചിട്ട് അതിൻ്റെ കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാകാതെ ഇരിപ്പുണ്ട്. അതിന് രാത്രി അതിൻ്റെ അർത്ഥം മനസ്സിലാവും. അവൻ്റെ എന്നാൽ സത്യം എന്താകുന്നു എന്ന് ചോദിച്ചു. കർത്താവ്, ഞാൻ സത്യത്തിൽ സാക്ഷി നിൽക്കേണ്ടി വന്നു. ഈ സത്യം എന്താണെന്നുള്ളത് ആത്മാവിന് സാക്ഷി നിൽക്കേണ്ടതിന് വേണ്ടി വന്നു. അഥവാ പിതാവാം ദൈവത്തിന് സാക്ഷിയാകേണ്ടതിന് വേണ്ടി അവൻ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ജന്മം. അതാണ് സത്യത്തിന് സാക്ഷി. യേശുക്രിസ്തു വിശ്വസ്ത സാക്ഷിയാണ്, സത്യസാക്ഷിയാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പിതാവാം ദൈവത്തിന്റെ സാക്ഷിയാണ് യേശുക്രിസ്തു. അവൻ പറയും, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ തന്നെ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടത് ഞാൻ ജനിച്ചു. ഇവിടെ അതുകൊണ്ടാണ് ഈ യോഹന്നാൻ സുവിശേഷത്തിൽ ഒന്നുകൂടെ വെളിപ്പെടുത്തി എഴുതിയിരിക്കുന്നത് ആത്മാവ് സത്യമല്ലോ എന്ന് പറയുന്നത്. ജലത്താൽ ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. തൻ്റെ പുത്രനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് പിതാവാൻ ദൈവം. പിതാവാണ് തന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത്. പിതാവാൻ ദൈവം യോഹന്നാനെ കൊണ്ട് പറയിപ്പിച്ചു, നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു. ആ സാക്ഷ്യം പറയിപ്പിക്കുന്നത്, അതിൻ്റെ പുത്രനെ കുറിച്ചുള്ള സാക്ഷ്യം പറയിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് പറയിക്കുന്നത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു. ആ പുത്രനെ വെളിപ്പെടുത്തി സാക്ഷ്യം പറഞ്ഞത് പിതാവാൻ ദൈവമാണ്. സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മറുവും വലിച്ച് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ സാക്ഷ്യം പറഞ്ഞ് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. എന്തിനാ പ്രിയപുത്രൻ വന്നതെന്നുള്ളതറിയാം. അവൻ ലോകത്തെ വന്ന് മരിക്കണം. അതാണ് മറുമലയിൽ വെളിപ്പെടുത്തി കൊടുത്തത്. ഇവന് ചെവി കൊടുപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തേജസ്കരിക്കപ്പെടുവാനുള്ളതായ സമയമെടുത്തപ്പോൾ സ്വർഗം പ്രസ്താവിച്ചു, ഇവന്റെ പ്രിയപുത്രൻ ആ സാക്ഷ്യം പ്രസ്താവിച്ചു. അപ്പോൾ ആത്മാവാം ദൈവം സാക്ഷ്യം പറയുന്നു, ആ സാക്ഷ്യം സത്യമാണ്. അപ്പോൾ എന്താണ് സത്യമെന്ന് പീലാത്തോസ് അറിയത്തില്ല, ഇന്നത്തെ ലോകത്ത് അറിയത്തില്ല. എന്നാൽ സത്യവിശ്വാസികളായിരിക്കുന്ന ദൈവമക്കൾക്കറിയാം സത്യം എന്താണെന്ന്. ദൈവം സത്യമാകുന്നു, ആത്മാവ് സത്യമാകുന്നുവെന്ന് നാം അറിയുന്നു. അതുകൊണ്ട് സത്യത്തിന്റെ സത്യാത്മാവായിരിക്കുന്ന ദൈവത്തിന്റെ സാക്ഷ്യം തൻ്റെ പുത്രനെ കുറിച്ചുള്ളതാണ്. ആ സാക്ഷ്യം സത്യമാകുന്നു. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് പറയാണ്, സാക്ഷ്യം പറയുന്ന മൂവരുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന ആളർത്ഥങ്ങൾ, 3 ആളർത്ഥങ്ങളെ കുറിച്ചോടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മൂവരുണ്ട്: ആത്മാവ്, ജലം, രക്തം. ഈ 3ന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. പറഞ്ഞാൽ ഇവിടെ രേഖപ്പെടുത്തിയിരുന്ന ആത്മാവ് എന്ന് പറയുമ്പോൾ പിതാവാൻ ദൈവം, ജലം എന്നുള്ളത് വെള്ളത്തെ കാണിക്കുന്നു, ജലം എന്നുള്ളത് വചനത്തെ കാണിക്കുന്നു. ജലത്തോടുകൂടിയ വചനസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ജലം ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. അതാണ് ഇവിടെ ജലം. രക്തം എന്നുള്ളത് പരിശുദ്ധാത്മാവാകുന്ന ജീവനെ വെളിപ്പെടുത്തുന്നു. ഇവിടെ സാക്ഷ്യം പറയുന്ന മൂവരുണ്ട്. അത് ആരൊക്കെയാണ് സാക്ഷ്യം പറയുന്നത്? ആത്മാവ്, ജലം, രക്തം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം യേശു ക്രിസ്തുവിൽ അതിനെ കുറിച്ചുള്ള സാക്ഷ്യം. ആ സാക്ഷ്യം നിത്യജീവനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ആ സാക്ഷ്യം നിത്യജീവന്റെ സാക്ഷ്യം പ്രസ്താവിക്കുന്ന സത്യത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവാൻ ദൈവത്തിൽ ആത്മാവുണ്ട്, ജലമുണ്ട്, രക്തമുണ്ട്. ക്രിസ്തുവിൽ ഇത് 3ഉം സമ്മേളിച്ചിരുന്നു. യേശു ക്രിസ്തുവാകുന്ന വചനമാം ജലം അഥവാ വചനമാകുന്ന ഈ ക്രിസ്തു യേശുവിനാലാണ് ശരീരം
ഉണ്ടായിരുന്നത്. അവനിൽ വ്യാപരിച്ചുകൊണ്ടിരുന്ന രക്തം, അവനിൽ ഒഴുകിക്കൊണ്ടിരുന്ന രക്തം പരിശുദ്ധമാകുന്ന ജീവനാകുന്നു. അവനിൽ ആവസിച്ചിരുന്ന വിവേകത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും തേജസ്സിൻ്റെയും അവൻ്റെ ആത്മാവ് പിതാവാം ദൈവത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ഒന്നിച്ചു നിൽക്കുന്നത് ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിലാണ്. അതുകൊണ്ട് കഥ പറഞ്ഞത് എൻ്റെ സാക്ഷ്യം സത്യമാകുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞത്. അത് പറയാണ് ഈ മൂന്നിൻ്റെ സാക്ഷ്യം ഒന്ന് തന്നെ. എന്താണ് സാക്ഷ്യം എന്നുള്ളത് തുറന്ന് പറയുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തൻ്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിച്ചത് തന്നെയാകുന്നു. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവൻ ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കാകിയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവൻ്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ള ജീവനുണ്ട്, ദൈവത്തിനകത്ത് ജീവനില്ല. ഇവിടെ സാക്ഷ്യം എന്താണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? ഇപ്പോൾ നാം ജീവന്റെ സാക്ഷികളാണ്. ജീവന്റെ സാക്ഷികൾ. അപ്പോൾ ലോകത്തിൽ നിരവധി സാക്ഷികളുണ്ട്. പക്ഷെ എന്നാൽ സത്യത്തിന്റെ സാക്ഷികളായി തീരുവാൻ, യേശു ക്രിസ്തുവിന്റെ നിത്യജീവന്റെ സാക്ഷികളായി തീരുവാനുള്ള സാക്ഷ്യമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ആ സാക്ഷ്യം സത്യമാണ്, നിലനിൽക്കുന്നതാണ്, മാറ്റമില്ലാത്തതാണ്, നിത്യമായിട്ടുള്ളതാണ് ആ സാക്ഷ്യം. ബാക്കിയുള്ളതെല്ലാം ബോഷ്കിൻ്റെതാണ്, കള്ളത്തരത്തിൻ്റെതാണ്, നിലനിൽപ്പില്ലാത്തതാണ്, അതെല്ലാം നശ്വരമല്ല, അതെല്ലാം നശിച്ചു പോകുന്നതാണ്, അനശ്വരമല്ല, നശ്വരങ്ങളാണ്. എന്നാൽ ക്രിസ്തു മുഖാന്തരമുള്ള നിത്യജീവനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയപ്പോൾ നമ്മുടെ സാക്ഷ്യം, ഞാനും നിങ്ങളും പറയുന്നത് സാക്ഷ്യം ഒരുപക്ഷെ വിടുതൽ കിട്ടുന്ന സാക്ഷ്യം പറയുന്നത് എരിഹോ അതിൽ വീണ സാക്ഷ്യമാ. ഞാൻ പറഞ്ഞല്ലോ ചെങ്കടൽ പൊള്ളുന്ന സാക്ഷ്യമാ. അതൊക്കെ ഭൗതിക മേഖലയുള്ളവരുടെ സാക്ഷ്യമാ. എന്നാൽ പുതിയ നിയമത്തിന്റെ സാക്ഷ്യം നിത്യജീവന്റെ സാക്ഷ്യമാ. കരങ്ങളെടുത്ത് സ്തോത്രം ചെയ്യണം കർത്താവേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സാക്ഷ്യം പഴയ നിയമത്തിന്റെ സാക്ഷ്യങ്ങൾ പ്രസ്താവിച്ച വിശ്വാസവീരന്മാർക്ക് വാഗ്ദത്തം ചെയ്തത് പ്രാപിക്കാൻ കഴിയാതെ അവർ ദൂരെ നിന്ന് കണ്ടുപോയെങ്കിൽ അവർ പിന്നീടാണ് നിത്യജീവൻ പ്രാപിപ്പാനിടയാത്ത ക്രിസ്തു ക്രൂശുമരണം ശേഷമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് നിത്യജീവൻ പ്രാപിപ്പാൻ കൃപ തന്നു. അതാണ് സാക്ഷ്യം. യേശു ക്രിസ്തുവിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവം നമ്മളെ വേർതിരിച്ചു, മണ്ണത്തെന്ന് വേർതിരിച്ച് മണ്ണത്തെന്ന് കഥ പറഞ്ഞു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കാതെ ജീവിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നിത്യജീവൻ അവനിലുണ്ട്. പാപം അവനിൽ നിന്ന് മാറിപ്പോയി. നമ്മുടെ സാക്ഷ്യം എന്താണ്? നാം പാപികളായിരുന്നു, നാം കൊടും പാപികളായിരുന്നു, ദോഷികളായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു, അസത്യവാദികളായിരുന്നു, ഒരു സത്യത്തിന്റെ ഒന്നും നമുക്കില്ലായിരുന്നു. നമ്മുടെ ആരാധന ബോഷ്കിൻ്റെതായിരുന്നു, നമ്മുടെ ജീവിതം അത് ബോഷ്കായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ ഉള്ളിൽ ഒരു സത്യത്തിന്റെ താല്പര്യമുണ്ടായിരുന്നു. അതാണ് നമ്മളെ ദൈവകൃപയിലേക്ക് നയിച്ചതാണ് കർത്താവ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശു പറഞ്ഞത് പോലെ തന്നെ ഞാൻ ജനിച്ചു ലോകത്തെ വന്നു ഇരിക്കുന്നു, സത്യതൽപരനായവനെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് പറഞ്ഞു. ലോകത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും സത്യം അറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സത്യതൽപരനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അന്തരംഗത്തിൽ സത്യം ഇച്ഛിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സത്യതൽപരനായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അവര് യേശുവിൽ വിശ്വസിക്കും, അവൻ്റെ വാക്ക് കേൾക്കും. ദൈവത്തിന് കൃപയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ മനസാക്ഷി മരവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ അതെ മനുഷ്യന്റെ ഹൃദയം വജ്രം പോലെ ആയിത്തീരുമ്പോൾ, ഓരോരുത്തർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചത് മനുഷ്യരാണോ അതോ എന്താണ് ചെയ്യുന്നത്? പൈശാചികത അത് തെരഞ്ഞു നിൽക്കുന്ന അനേകർ ക്രൂരത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മനസാക്ഷിയില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞിരിക്കുന്ന കാരണാപാത്രങ്ങളായി തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം ലഭിച്ച ദിവസങ്ങളിൽ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ക്രൂരതയായി തീരാതിരിക്കാൻ, മനസ്സ് കഠിനപ്പെട്ടു പോകാതിരിക്കുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ വെള്ളം പോലെ ഹൃദയത്തെ പകരുവാൻ, നമ്മുടെ ഹൃദയം ഉരുകുവാൻ ഈ രാത്രിയിലും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതായത് ദൈവസന്നിധി നാം ഉരുകണം, നാം പ്രാർത്ഥിക്കണമെന്നാൽ പാറ പോലെ ഉറച്ചു നിൽക്കേണ്ടത് ശത്രുവിനെതിരെ പോരാടുമ്പോഴാണ്. നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കണം, കലങ്ങിപ്പോകാ ദിവസം ഉറയ്ക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ വെള്ളം പോലെ പകരണം. ദൈവസന്നിധിയിൽ ഹൃദയത്തെ വെള്ളം പോലെ പകർന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഉറപ്പോടെ നിൽക്കാൻ കഴിയുമെന്ന്. അതുകൊണ്ട് ദിവസങ്ങളിൽ നമുക്ക് രാത്രികാലങ്ങളിൽ ദൈവം സ്നേഹിക്കുമ്പോൾ കണ്ണുനീർ, നമ്മുടെ പ്രാർത്ഥനയിൽ കണ്ണുനീർ വരണം, നമ്മുടെ ഹൃദയം തകരണം. ദൈവത്തോട് പറഞ്ഞ കർത്താവേ ഞാൻ ഒന്നുമായിട്ടില്ല എന്ന്, കർത്താവേ എനിക്കാകേണ്ടതുപോലെ ആകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇത് രാത്രിയിൽ സമ്മതിച്ച് നമുക്ക് തകരുവാനിടയെത്തണം, ദൈവം സമർപ്പിക്കാനെത്തണം. കണ്ണുനീരോടും കരച്ചിലോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ നാം സമർപ്പിക്കണം. അത് അപ്പോസ്തലന്മാരായിരിക്കുന്ന അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ മെയിൻ ഉദ്ദേശം അതായിരുന്നു. അവർ പ്രാർത്ഥിച്ച കണ്ണുനീരോടെ
രാപ്പകൽ വ്യത്യാസമില്ലാതെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ദൈവമേ, ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഈ ദൈവത്തിൻ്റെ മർമ്മം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിൽ ദിവസം നമുക്ക് പ്രാർത്ഥിക്കുന്ന വെളിപ്പാട് ദിവസം ദൈവിക മർമ്മങ്ങളെക്കുറിച്ച്, തിരുവനന്തപുരത്തിരിക്കുന്ന വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിരിച്ചറിയുവാൻ ദൈവസഭയെ സജ്ജമാക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അന്ന് പ്രാർത്ഥിച്ചവർ, അവരുടെ പ്രാർത്ഥനയുടെ ജീവിതം അവരവിടുന്ന് മാറി. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളോ പ്രാർത്ഥിക്കേണ്ടത് എത്ര പേർ തയ്യാറെടുക്കും? ഈ ദിവസങ്ങളിൽ ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ആത്മവളർച്ചയ്ക്ക് വേണ്ടി, കാഴ്ചപ്പാട് ലഭിക്കാൻ വേണ്ടി, ഭാവികാല സംഭവങ്ങൾക്ക് രേഖപ്പെടുത്തുക, മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടി. അതുകൊണ്ട് നാം സമ്മതരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെയാണ് കരയാൻ കഴിയത്തില്ല. നമുക്കൊന്നും അറിയത്തില്ല പ്രിയപ്പെട്ട, നമ്മൾ സമ്മതരായിട്ടില്ല. ദിവസങ്ങളിൽ സമ്മതരാകാൻ വേണ്ടി നാം ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. പക്ഷേ തലക്കനം പിടിച്ചൊരു വിശ്വാസ സമൂഹത്തിന്റെ നടുവിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. നമ്മുടെ എല്ലാ തലക്കനങ്ങളും മാറ്റിവെച്ച് ദൈവത്തിൽ പറഞ്ഞ കർത്താവേ, ഞങ്ങളൊന്നും ആകേണ്ടതുപോലെ ആയിട്ടില്ല, അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല, ഒന്നും ആയിട്ടില്ല കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ദിവസങ്ങളിൽ വീണ് കിടക്കുവാനിടയற்றതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞ മൂന്നിൻ്റെയും സാക്ഷ്യം ഒന്നാകുന്നുണ്ട് പറഞ്ഞു, നിത്യജീവനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് സാക്ഷി. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ കണ്ടതിന് നിങ്ങൾ സാക്ഷികളാകണം. ഈ കണ്ടതിന് നിങ്ങൾ സാക്ഷികളാണെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകന്മാരും അവരൊക്കെ എഴുതി വെച്ചിരുന്ന കാര്യങ്ങൾ, അത് ക്രിസ്തു ജനിക്കും, കഷ്ടം അനുഭവിക്കും, അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ യേശു പറഞ്ഞത്, അത് കണ്ടതിന് സാക്ഷ്യം പറയുവാൻ വേണ്ടി ദൈവം ആ സമൂഹത്തിൽ നിന്ന് അന്ന് ജീവനോടിരുന്നവരും ദൈവം ചിലരെ വേർതിരിച്ചിരുന്നു. അതിൽ 11 പേർ ഒരുമിച്ച് 12ാമത്തെ അവനവിടെ കൂട്ടിയിട്ടാണ് മാർക്കോസിന്റെ മാടിമുറിയിൽ പുനരുത്ഥാന സാക്ഷ്യം കേൾക്കുവാൻ എഴുന്നേൽപ്പിക്കുവാൻ ഇടയാത്തുന്നത്. അപ്പോൾ അവര് യേശു പറഞ്ഞു, നിങ്ങൾ സാക്ഷികളാകുന്നു. എന്താ അർത്ഥം? എന്താണ്? കർത്താവ് 30 വർഷം ലോകത്തിൽ അവൻ സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു. 30ാമത്തെ വയസ്സിൽ ശുശ്രൂഷയേറ്റു. ഗലീല മുതൽ പത്മോസ് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ചവനായിരുന്നു അപ്പോസ്തലനായ യോഹന്നാൻ. അതേക്കുറിച്ച് വെളിപ്പാട് രേഖപ്പെടുത്തുന്നുണ്ട്. ഗലീല മുതൽ പത്മോസ് വരെ യോഹന്നാൻ കണ്ട 7 കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ യേശുക്രിസ്തു ജഡത്തിൽ വന്നതിന് സാക്ഷിയായിരുന്നു. ജഡത്തിൽ വന്നതിന് യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിക്ക് അവൻ സാക്ഷിയായിരുന്നു. യേശുക്രിസ്തുവിന്റെ മറുമലയിലെ രൂപാന്തരത്തിന് സാക്ഷിയായിരുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിന് യോഹന്നാൻ സാക്ഷിയായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്തു യേശുവിന്റെ പുനരുത്ഥാനത്തിന് അവൻ സാക്ഷിയായിരുന്നു. യോഹന്നാൻ യേശുവിന്റെ സ്വർഗ്ഗാരോഹണ സാക്ഷിയായിരുന്നു. യോഹന്നാൻ പത്മോസിൽ അവൻ ആത്മവിശുദ്ധിയിൽ സാക്ഷിയായിരുന്നു. അങ്ങനെ 7 വിധ കാര്യങ്ങളാണ് യോഹന്നാൻ കണ്ടതാണ്. ഗലീല മുതൽ പത്മോസ് വരെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വെളിപ്പാട് നാം പഠിച്ചിട്ടുള്ളത്. ഞാൻ അതിനെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതിന് നിങ്ങൾ സാക്ഷികളാകുമെന്ന് പറഞ്ഞത്, നിത്യജീവൻ എങ്ങനെയാണ് ഉറവ സാധിപ്പിച്ചെടുത്തത് എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ വേണ്ടി കഥ പറഞ്ഞു. അവിടെ യോഹന്നാൻ രേഖപ്പെടുത്തിയോടെ ഇത് കണ്ടവൻ സാക്ഷ്യം പറയുന്നു, അവന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവും ഒഴുകിയെന്ന്. എന്താ കാര്യം എന്നറിയാമോ? യേശു മരിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവന്റെ കാലൊടിച്ചില്ല. എന്നാൽ പടയാളി അവന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ ആ വിലാപ്പുറത്തുനിന്ന് രക്തവും വെള്ളവും ഒഴുകി. എവിടെയാ? ആത്മാവ് എവിടെയാ? യേശു മരിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ 3 ക്രിസ്തുവിലുണ്ടായിരുന്നു. ആത്മാവാം ദൈവമുണ്ടായിരുന്നു, അതുപോലെ വചനമാം ദൈവം ശരീരമായിരുന്നു, രക്തത്തിന്റെ ജീവൻ അവനിലുണ്ടായിരുന്നു. യേശുവിനെ പടയാളി അവൻ കുത്തിയപ്പോൾ അവന്റെ വിലാപ്പുറത്തുനിന്ന് രക്തവും വെള്ളവും ഒഴുകി എന്നുള്ളത് അതിന് സാക്ഷിയായ യോഹന്നാൻ പറഞ്ഞു, ഞാൻ അതിന് സാക്ഷിയാകുന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ യോഹന്നാൻ പറയുകയാണ്, മറ്റുള്ള എല്ലാവരുടെയും കാലുകൾ ഒടിച്ചപ്പോൾ പടയാളിയായവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവനെ കുത്തുവാനായിരുന്നു. അവൻ കുത്തിത്തുളയ്ക്കപ്പെടുന്നു. വചനപ്രകാരം കുത്തിത്തുളച്ചപ്പോൾ അവന്റെ വിലാപ്പുറത്ത് നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് തന്നെയാണ് യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ വെളിപ്പെടുത്തുന്നത്. സാക്ഷ്യം പറയുന്ന 3 പേരുണ്ടെന്നുള്ളത്, ആത്മാവ്, ജലം, രക്തം എന്നുള്ളത്. 34-ാം വാക്യം, എങ്കിലും പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അതിന് മുകളിൽ യേശു മരിച്ചെന്നുള്ള തെളിവ് വേണം, അല്ലെങ്കിൽ ആത്മാവിനെ പഠിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ക്രിസ്തു യേശുവിൽ ദൈവിക തൃത്വമുണ്ടെന്നുള്ള തെളിവിനായിട്ടാണ് ഇതെടുക്കുന്നത്. ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവന്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാലൊടിച്ചു. 19-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. കാലൊടിച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്നു. അവൻ മരിച്ചുപോയി എന്ന് കാണുകയാ, അവന്റെ ആത്മാവ് ഓടിച്ചില്ല. അതിന്റെ അർത്ഥം,
യേശുവിലുണ്ടായിരുന്ന പിതാവാം ദൈവത്തിൻ്റെ ആത്മാവ് അത് സ്വർഗത്തിൽ പിതാവിൻ്റെ കയ്യിലേക്ക് പരമേൽപ്പിച്ചിരുന്നു. അപ്പോൾ പിതാവാം ദൈവത്തിൻ്റെ കയ്യിലേക്ക് അപ്പോൾ അതുകൊണ്ടാണ് ആത്മാവിനിവിടെ കാണാത്തത്. യേശു ഉറച്ച് നിലവിളിച്ച് തൻ്റെ പിതാവാം ദൈവത്തിൻ്റെ കയ്യിലേക്ക് ആ പിതാവാം ദൈവത്തിൻ്റെ ഇവൻ്റെ മേൽ പകർന്നിരുന്ന ആത്മാവിനെ തിരിച്ച് കൊടുത്തു. അപ്പോൾ മരിച്ചു. അപ്പോൾ അവനിൽ ഉണ്ടായിരുന്ന ആത്മാവ്, പിതാവാം ദൈവത്തിൻ്റെ അംശം അല്ലെങ്കിൽ പിതാവാം ദൈവമായി അവനിൽ സമ്മേളിച്ചിരുന്ന ആത്മാവ് പിതാവിൻ്റെ കയ്യിലേക്ക് തിരികെ പോയി. എന്നാൽ ഇവിടെ പടയാളി കുത്തിയപ്പോൾ അവൻ്റെ വിലാപ്പുറത്ത് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. അതിനർത്ഥം നിത്യജീവന്റെ സാക്ഷ്യമാ സത്യം. സത്യമെന്നാൽ ആത്മാവിൻ്റെ സാക്ഷ്യമാണ്. ഞാൻ പറഞ്ഞ ആത്മാവ് സത്യമാകുന്നു, ആത്മാവാം ദൈവം സത്യമാകുന്നു, ആത്മാവിൻ്റെ സാക്ഷ്യം നിത്യജീവനാകുന്നു. ഇവൻ പറയാണ്, എൻ്റെ സാക്ഷ്യം പിതാവാം ദൈവത്തിൻ്റെ സാക്ഷ്യമാ, സത്യത്തിൻ്റെ സാക്ഷ്യമാ, ഒരിക്കലും കള്ളസാക്ഷ്യമല്ല, സത്യമാണ്. ഇത് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം പറയുന്നു, സാക്ഷ്യം സത്യമാകുന്നു. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നവൻ അവൻ അറിയുന്നു. ഇവിടെ പറയുക, ഇത് കണ്ടവൻ സാക്ഷ്യം വെള്ളവും, അവിടെ പറയുന്നത് രക്തവും വെള്ളവും പുറപ്പെട്ടു. അപ്പം സാക്ഷ്യം പറയുന്ന മൂവരുണ്ട്: ആത്മാവ്, ജലം, രക്തം. രക്തവും വെള്ളവും പുറപ്പെട്ടു പറഞ്ഞാൽ അതിൻ്റെ അവസാനത്തുള്ളി രക്തം ഒഴുകിയപ്പോൾ അവൻ വ്യാപരിച്ചെന്ന് ജീവനാകുന്ന പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തിയപ്പോൾ വെള്ളമായി അവൻ്റെ ശരീരം ആ വചനത്തെ വെളിപ്പെടുത്തുകയാണ്. വെള്ളവും രക്തവും വെളിപ്പെടുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ഹൃദയം അത് വെള്ളം പോലെ ആയിത്തീർന്നു. ആ ശരീരത്തിൻ്റെ പ്രധാന ഘടകങ്ങളെല്ലാം വെള്ളം പോലെ ആയപ്പോൾ വചനമായ ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടത മുഖാന്തരമായി അവൻ്റെ ഹൃദയം വെള്ളമായി തീരുവാനിടയാറ്റുന്ന വചനം ഒഴുകി ഇറങ്ങുവാനിടയാറ്റുന്നെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വെറുതെയല്ല വിശ്വാസം എന്നുള്ളത്, വെറുതെയല്ല നിത്യജീവൻ എന്നുള്ളത്. യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച് മരിച്ചപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിലാപ്പുറത്ത് കുത്തിയപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ആ ഹൃദയം ആകുന്ന വചനമാം ഹൃദയം അത് ഉരുകി വെള്ളമായി മാറി നമ്മെ വെളുപ്പിച്ചെടുക്കുവാൻ, നമ്മെ വിശുദ്ധീകരിച്ചെടുക്കുവാൻ അവൻ അനുഭവിച്ച വേദന എത്ര വലുതാണ്. ഹൃദയത്തെ പകരുക, വെള്ളം പോലെ പകരുക എന്ന് പറയുമ്പോൾ യേശു കർത്താവ് അനുഭവിച്ച കഷ്ടത പോലെ ഇതുവരെ ആരും അനുഭവിച്ചിട്ടില്ല. അവൻ നമുക്ക് വേണ്ടി തൻ്റെ ഹൃദയത്തെ വെള്ളം പോലെ പകർന്നു തന്നു. ആ സ്നേഹം അതിൽ നിന്ന് ഒഴുകി വന്ന രക്തത്തിൻ്റെ ശക്തി കാണിക്കുന്നു, നിത്യവനെ കാണിക്കുന്നു. രാത്രിയിൽ സൂക്ഷിച്ചു നോക്കുവാൻ കഴിയുമെങ്കിൽ കാൽവരി 2000 വർഷം മുമ്പ് ഒഴുകിയതായ ആ രക്തവും വെള്ളത്തിൻ്റെയും ഉറവയാകുന്ന ആ ജീവന്റെ നദിയാണ് നമ്മളിലേക്ക് പറഞ്ഞിരിക്കുന്നത്. പിതാവാം ദൈവം സത്യതൽപരായിരിക്കുന്നവരെ ആത്മാവാം ദൈവം എന്ത് ചെയ്യും? തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അവരിലേക്ക് ഈ രക്തത്തിന്റെ ശക്തിയും വചനശക്തിയും വ്യാപരിച്ചു കഴിയുമ്പോൾ നാം നിത്യജീവനോഹരിക്കാരായി തീരുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ രേഖപ്പെടുത്തി പറയുകയാണ്, ഞാനത് ഒഴുകുന്നത് കണ്ടു. അത് അവൻ്റെ വിലാപ്പുറത്ത് നിന്ന് രക്തവും വെള്ളവും ഒഴുകുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പിതാവാം ദൈവമെന്ന ദൈവിക തൃത്വത്തിന്റെ ആളത്വത്തിൽ ആത്മാവാം ദൈവം സ്വർഗാസ്വർഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവന്റെ ശരീരത്തിലുണ്ടായിരുന്നായ ആ ശരീരമായിരിക്കുന്ന വചനം അത് രക്തമായി വെള്ളമായി വെളിപ്പെട്ടു. അവൻ വ്യാപരിച്ചിരുന്ന പരിശുദ്ധാത്മാവെന്ന ജീവൻ രക്തമായി വെളിപ്പെടുവാൻ ഇടയെത്തുന്നു. ഇതുകൊണ്ടാണ് ഈ 3 പേരുടെ സാക്ഷ്യം ഒന്നാകുന്നു എന്ന് ഇവിടെ പറയുന്നത്. അപ്പം ആത്മാവ്, ജലം, രക്തം എന്ന് പറയുന്നത് ദൈവത്തെ വെളിപ്പെടുത്തുന്നു, ആത്മാവിനെ വെളിപ്പെടുത്തുന്നു. ആത്മാവ് ദൈവമാണെന്ന് പറയുന്നു, അത് സത്യമാണെന്ന് പറയുന്നു. ആത്മാവെന്നുള്ളത് ആത്മാവും ജലവും രക്തവും കൂടിയാണെന്ന് പറയുന്നു. അതാണ് ദൈവമെന്ന് പറഞ്ഞ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിച്ചത്. ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചെന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന വചനത്തിൽ ദൈവം ആരാകുന്നു എന്നുള്ളത് ക്രൂശിൽ വെളിപ്പെടുത്തുവാൻ ഇടയാത്തീർന്നു. അന്ന് അവിടെ വെളിപ്പെടുത്തിയത് യേശു ക്രിസ്തുവാകുന്നു. ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ലോകാവസാനത്തിന്റെ ആരംഭത്തെങ്കിൽ ക്രിസ്തു ആ ദൈവത്തെ ക്രൂശിൽ വെളിപ്പെടുത്തി അവനിൽ നിന്ന് ആത്മാവാം ദൈവം
നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന ആ വേളയിൽ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് അത് പിതാവാം ദൈവത്തിലേക്ക് കരേറിപ്പോകുവാൻ, വിശുദ്ധ ആത്മാവ് കരേറിപ്പോകുവാൻ ഇടയെത്തുന്നു. ജീവനും വചനവും അത് മാനവവംശത്തിന് വേണ്ടി ഒഴുകപ്പെടുവാൻ എത്തുന്നപ്പോൾ ആത്മാവാൻ ദൈവം ദിവസങ്ങൾ സത്യതൽപരായിരിക്കുന്നവരെ അന്വേഷിച്ചുകൊണ്ട് ദൈവം നോക്കുന്നവരിലേക്ക് ഈ ആത്മാവും വചനവും പരിശുദ്ധാത്മാവും കൂടി വരുമ്പോഴാണ് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതേ, ദൈവം നമ്മളിൽ തന്നിരിക്കുന്ന രക്ഷ എത്ര വലുതാ! നിത്യരക്ഷയുടെ വലിയ വിലയ്ക്കായി സ്തോത്രം ചെയ്യാം. അവനിൽ വിശ്വസിക്കും തോറും ഈ ആത്മാവിൻ്റെയും രക്തത്തിൻ്റെയും വചനത്തിൻ്റെയും ശക്തി നമ്മളിൽ വർദ്ധിച്ചു വരുവാൻ ഇടയാത്തരും ക്രിസ്തു സദൃശരായിത്തീരുവാൻ വേണ്ടിയാണ് ദിവസങ്ങളിൽ ആത്മാവിനെ അധികമായി പ്രാപിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദിവസം വിശ്വാസം വർദ്ധിക്കും തോറും, നമ്മുടെ വിശ്വാസം വർദ്ധിക്കും തോറും ക്രിസ്തുവിൻ്റെ ജീവനോട് നാം തത്തുല്യരായി തീരുവാൻ വേണ്ടി, അഥവാ സദൃശരായി വേണ്ടി ദൈവത്തിൻ്റെ കൃപയാൽ നമ്മെ അവനോട് സദൃശന്മാരാക്കി തീർക്കുമ്പോൾ രാത്രിയിലെ സന്ദേശം പ്രിയപ്പെട്ടവരെ വളരെയധികം നമ്മളെ സന്തോഷിപ്പിക്കണം. അങ്ങനെ നമ്മെ ജയാളികളാക്കി മാറ്റാൻ വേണ്ടി യേശു ജയത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയെടുത്ത് ക്രൂശിൽ പരാജയപ്പെടുകയല്ല ചെയ്തത്. മരണത്തെ നീക്കുന്ന നിത്യജീവന്റെ ഉറവ തുറക്കപ്പെട്ടു. ആത്മാവിൻ്റെയും വചനത്തിൻ്റെ നദി ഒഴുകപ്പെട്ടപ്പോൾ പിതാവാം ദൈവത്തിൻ്റെ സൗമ്യതയുടെ ആത്മാവ് നമ്മൾ വ്യാപരിപ്പാൻ ഇടയാത്തുന്നു. അങ്ങനെ ബോഷ്കിൽ നമ്മെ വിടിവിച്ചു. അതാ പറയുന്നത്, സത്യതൽപനായവൻ ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടി വന്നു. പിതാവാം ആത്മാവാൻ ദൈവത്തിന് ആത്മാവിൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി വന്നു എന്നിവിടെ പറയുന്നു. എന്നാൽ പഴയ നിയമത്തിൻ്റെ സാക്ഷ്യങ്ങളെ കൂടി വെളിപ്പെടുത്തി സന്ദേശം അവസാനിപ്പിക്കുക. എന്നാൽ മറ്റൊരു സാക്ഷ്യം ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതും ഇവിടെ പ്രബലമായി നിന്നപ്പോൾ അതിൻ്റെ പ്രചാരകനായിരുന്ന ഒരുവനെ യേശു വിളിച്ച് വേർതിരിച്ച് സത്യത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റുമായിരുന്നു. യോഹന്നാൻ പറഞ്ഞു, ഞങ്ങൾ കണ്ടതാണ്. അവൻ രേഖപ്പെടുത്തി വെച്ചു, ഞാൻ കണ്ടതാണ് ഈ സാക്ഷ്യം എന്നുള്ളത്. എന്നാൽ മറ്റൊരു സന്ദേശം കൂടി, മറ്റൊരു വ്യക്തിയെ കൂടി ഞാൻ വെളിപ്പെടുത്താം. യോഹന്നാൻ യേശുവിനെ കുറിച്ച് സാക്ഷീകരിച്ചു. നിത്യജീവന്റെ ആ ഉറവ പൊട്ടിപ്പുറപ്പെടുന്നത് ഞാൻ കണ്ടു എന്നാണ് അവൻ രേഖപ്പെടുത്തിയതെങ്കിൽ അപ്പോസ്തലപ്രവൃത്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേ സമയത്ത് ആ കാലഘട്ടത്തിൽ നടക്കുന്ന മറ്റൊരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. അത് കള്ളസാക്ഷ്യത്തിൻ്റെ കാര്യമായിരുന്നു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്തെഫാനോസിന്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് കാണുന്നത്. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 7-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 58-ാം വാക്യം, ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾ എൻ്റെ സാക്ഷികളാണെന്ന് പറഞ്ഞപ്പോൾ അതിന് വിരുദ്ധമായി മറ്റൊരു സാക്ഷികളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ലോകം അതേ പിശാച് കളഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു കൂട്ടം സാക്ഷികളെ എഴുന്നേൽപ്പിച്ചതാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ ഈ 58-ാം വാക്യം, അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. ഇവിടെ സാക്ഷികളാണ്. അപ്പോൾ ഈ കഥാപൻ ഇതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. എന്തിനാ സാക്ഷികളായി തീർന്നത്? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന്. അവൻ കഷ്ടം സഹിച്ച് മരണത്തിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ച് 3-ാം നാൾ പുനരുത്ഥാനം പ്രാപിച്ച് മനുഷ്യർക്ക് പാപമോചനത്തിൻ്റെതായ വഴി തുറക്കപ്പെടും. നിത്യജീവന്റെ മാർഗം തുറക്കപ്പെടും. നിത്യജീവന്റെ ശ്രേഷ്ഠമേറിയ പദവിയിൽ അവനോടുകൂടെ ഇരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ തേജസ്സിന്റെ പുത്രന്മാരെ സൃഷ്ടിച്ചെടുക്കുമെന്നുള്ളതാണ് ദൈവത്തിന്റെ സാക്ഷ്യമെങ്കിൽ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന സാക്ഷിയായി തീർന്ന സ്തെഫാനോസ് എന്ന വ്യക്തിക്കെതിരെ ഇവിടെ സാക്ഷി എഴുന്നേൽക്കുകയാണ്. അവർ കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗലെന്ന് പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ധാരാളം സാക്ഷികൾ എന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവർ കള്ളസാക്ഷികളായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 13-ാം വാക്യം, 6-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ അത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരുദ്ധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവന്റെ നേരെ ചെന്ന് അവനെ പിടിച്ച് ന്യായാസനത്തിൽ കൊണ്ടുപോയി. കള്ളസാക്ഷികളെ നിർത്തി. അപ്പോൾ സാക്ഷിയുണ്ട്. പിതാവാൻ ദൈവം പറഞ്ഞു, ആത്മാവാൻ ദൈവത്തിന് സത്യസാക്ഷികളാണ്. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞത് സാക്ഷ്യം സത്യമാണ്. എന്നാൽ അതിന് വിരുദ്ധമായി വരുന്ന സകല സാക്ഷ്യങ്ങളും കള്ളസാക്ഷ്യങ്ങളാണ്. അവരൊക്കെ ഉളവാക്കിയെടുക്കുന്നതാണ്, കഥകളിൽ മെനഞ്ഞെടുക്കുന്നതാണ്.
എന്നാൽ ഇന്ന് രാത്രി ഒരൊറ്റ സാക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് പ്രസ്താവിക്കാനുള്ളൂ. യേശു ക്രിസ്തു ക്രൂശിന്മേൽ തൻ്റെ രക്തം കൊണ്ട് അവൻ രചിച്ചെടുത്ത പുതിയ നിയമമാവുന്ന സത്യത്തിൻ്റെ സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. സത്യവേദപുസ്തകം എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇത് മാറ്റമില്ലാത്തതാ, നിലനിൽക്കുന്നതാ, എന്നേക്കുമുള്ളതാ, മാറിപ്പോകാത്തതാ. സത്യത്തിന് മാറ്റമില്ല, അത് മാറിപ്പോകുന്നത് സ്ഥിരമായിട്ടുള്ളതാ. അതുകൊണ്ട് രാത്രിയിൽ സന്തോഷത്തോടെ വേണം സത്യവിശ്വാസിയാണെന്ന് പറയുവാൻ വേണ്ടി. ഈ രാത്രിയിൽ വളരെ സമാധാനത്തോടും സത്യത്തോടും വേണം നിൽക്കുവാൻ വേണ്ടി. അതേ ഉറച്ച തീരുമാനത്തെ വേണം, ഞാൻ സത്യത്തിന് സാക്ഷിയാം, യേശു ക്രിസ്തുവിൻ്റെ നിത്യജീവൻ എന്നിൽ മേൽ ഉണ്ട്, അതുകൊണ്ട് ഞാനതിന് സാക്ഷി. അതുകൊണ്ട് നമ്മൾ പരസ്യമായി പ്രസ്താവിക്കുന്നത്. ഏത് കോണിലും എവിടെ നിന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സാക്ഷി എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ സത്യം നമ്മളിൽ രൂഢമൂലമായിരിക്കുന്നതുകൊണ്ട്, ആ സ്നേഹം നമ്മൾ വ്യാപരിച്ചതുകൊണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന കള്ളസാക്ഷികളെ എഴുന്നേൽപ്പിച്ചു. സത്യത്തിന് വിരുദ്ധമായി സത്യം വ്യാപരിച്ചുകൊണ്ടിരുന്നപ്പോൾ സഭയവിടെ വലിയൊരു പ്രവർത്തനമുണ്ടായി. അവിടുത്തെ ആ മതസംഹിതകളെ തകർത്ത് അന്നത്തെ സിസ്റ്റത്തെ അടിച്ചു മാറ്റി, അന്ന് അടിച്ച് തകർത്ത് അവിടെ വലിയൊരു പ്രവർത്തനം, വിശ്വാസത്തിന്റെ കാറ്റവിടെ വ്യാപരിച്ചുകൊണ്ടിരുന്നപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായപ്പോൾ അതിനെ തടയിടാൻ വേണ്ടി കള്ളസാക്ഷികളെ എഴുന്നേൽപ്പിച്ചെന്ന്. ഇന്നും അതാ സംഭവിക്കുന്നത്. എവിടെയും ദൈവത്തിന്റെ സത്യവചനം മുഖാന്തരമായി ജീവിതങ്ങൾ ജാതികളെന്നും വംശങ്ങളെന്നും ഭാഷകളെന്നും ഗോത്രങ്ങളെന്നും വേർതിരിയപ്പെടുമ്പോൾ അവിടെ കള്ളസാക്ഷികൾ എഴുന്നേൽപ്പിക്കും. അവർക്കെതിരെ കേസ് ചമയ്ക്കുവാൻ, അവരെ കൊല്ലുവാൻ, കൊന്നുകളയാൻ വേണ്ടി കള്ളസാക്ഷി എഴുന്നേൽപ്പിക്കും. പക്ഷേ മരിക്കേണ്ടി വന്നാലും സത്യത്തിന് സാക്ഷ്യം പറയുന്നവരായിരിക്കണം ദൈവമക്കൾ. ഇവിടെ സ്തെഫാനോസിനെതിരായി അവര് എഴുന്നേറ്റ് നിന്നപ്പോൾ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന സ്തെഫാനോസ് ഒട്ടും തന്നെ പിന്മാറിയില്ല. അവനെതിരെ കള്ളസാക്ഷ്യം, ദൂഷണം പറഞ്ഞ് അവർ ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു. നസേനായ യേശു ഈ സ്ഥലം അവിടെ പറയുന്ന ആ നസേനായ യേശു ക്രിസ്തു പറഞ്ഞു, ഈ ഇതിന് നിങ്ങൾ സാക്ഷികളാണ്. ഈ യേശുവിന് എന്ന് പറഞ്ഞാൽ ഉയർക്കപ്പെട്ട ക്രിസ്തു. ഇവര് പറയാണ് ആ യേശുവിന്. ആ യേശു ആരാണ്? ഉയർക്കപ്പെട്ട യേശു. സ്തെഫാനോസ് മറ്റൊന്നല്ല പ്രസംഗിച്ചത്. യേശു ക്രിസ്തു മനുഷ്യപാപത്തിന് വേണ്ടി മരിച്ചു, അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അവൻ വിശ്വസിച്ചാൽ നിത്യജീവനുണ്ട്, ഈ പറയുന്ന യാഗങ്ങൾ കൊണ്ട് ഇനി പ്രയോജനമില്ല എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, അവൻ കള്ളസാക്ഷ്യം പറയുന്നു. സത്യമായി വിളിച്ചു പറഞ്ഞത്. ഇന്നും ലോകത്തോട് നാം വിളിച്ചു പറയുന്ന സത്യമാ. പ്രിയപ്പെട്ടവരെ, കാഴ്ചകളും നേർച്ചകളും പുണ്യസ്ഥലങ്ങളും സ്ഥാനങ്ങളും ഒക്കെയും അതിനുകൊണ്ട് പ്രയോജനമില്ല എന്ന് വിളിച്ചു പറയുമ്പോൾ സത്യമാ. പക്ഷേ അന്ന് എതിർത്തതുപോലെ ഇന്നും എതിർപ്പുണ്ടാകും, സത്യത്തോട് എതിർപ്പുണ്ടാകും. സ്തെഫാനോസ് യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യത്തെക്കുറിച്ച്, അവൻ കഷ്ടസഹിച്ചതിനെക്കുറിച്ച്, മരിച്ചതിനെക്കുറിച്ച്, അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ന്യായപ്രമാണത്തിന് വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു ആ നസേനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് അവരെ മോശ നമുക്ക് ഏൽപ്പിച്ചു തന്ന മര്യാദകളെ മാറ്റിക്കളയുമെന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ഇല്ലാത്തൊക്കെ വിളിച്ചു പറയിപ്പിച്ചു. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. സത്യം പറയുന്നതിന്റെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. സത്യത്തിന്റെ സാക്ഷിയായി നിൽക്കുന്നു കഴിഞ്ഞാൽ അവരൊരു നാളും അവരുടെ മുഖം മങ്ങിപ്പോകരുത്. അതുകൊണ്ട് പറഞ്ഞ അവങ്കലേക്ക് നോക്കിയുടെ മുഖം പ്രകാശിതമായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. അതെ, ഇന്ന് രാത്രിയിലും സ്തെഫാനോസ് ആ സമയത്ത് ഭയപ്പെട്ടു പോയില്ല. അവന്റെ മുഖം ആ സമയത്ത് സന്തോഷം കൊണ്ട് നിറയാനിടയത്തുന്നു. സത്യത്തിൽ വിശ്വസിച്ചത് കൊണ്ട്. സത്യത്തിന്റെ ജീവനായകനായിരിക്കുന്ന പ്രമാണങ്ങളിൽ, ന്യായപ്രമാണങ്ങളിൽ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന യേശുവെന്ന ജീവനായിരിക്കുന്ന ഉറവിൽ വിശ്വസിച്ചുള്ള സന്തോഷം കൊണ്ട് അവൻ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ മുഖം പ്രകാശമായതുപോലെ ഇന്ന് രാത്രിയിലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന്റെ മുഖം പ്രകാശിതമാവും. അവങ്കിലേക്ക് നോക്കിയുടെ മുഖം പ്രകാശിതമായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. തുടർന്ന് ഞാൻ ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതന്മാർ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരെ എന്ന് പറഞ്ഞു പ്രസംഗിക്കുക. ദൈവവചനം പ്രസംഗിച്ചു. അവൻ വളരെ വലിയ ശക്തമായ ഒരു ദൂത് അവിടെ പ്രസ്താവിപ്പണ്ടിടയാത്തുന്നു. എന്നാൽ കള്ളസാക്ഷികൾ അതിന് 7-ാം അധ്യായം മുഴുവനും എടുത്ത് ഞാൻ പ്രസംഗിക്കുന്നില്ല. സ്തെഫാനോസ് ശക്തമായ ദൈവദയസിൽ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി
ആ പ്രകാശിതമായ വിശ്വാസത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയും. ഇസാന്റെ ചരിത്രം മുഴുവൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ അവർ കോപപരിവേശരായി അവരുടെ നേരെ പല്ല് കടിച്ചു. സത്യം വിളിച്ചു പറയുമ്പോൾ പല്ല് കടിക്കുന്ന പൈശാചിക സാമ്രാജ്യത്വമുണ്ട്. ഇന്ന് രാത്രിയിലും ദൈവമക്കൾക്കെതിരെ പല്ല് കടിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കൂടി വന്നാൽ ഈ ലോകത്തുനിന്ന് മാറ്റാനേ കഴിയത്തുള്ളൂ. എന്നാൽ അതിനപ്പുറമായി ദൈവം കണ്ടിരിക്കുന്ന പദ്ധതി കൊണ്ടോട്ടോ പല്ല് കടിച്ച് നീ ഉരുകിപ്പോകും. അവിടെ പറയുന്നത് ഈ ദിവസം ഉരുകിപ്പോകുവാനിടയാത്തരും ആ ദുഷ്ടൻ അത് കണ്ട് പല്ല് കടിച്ച് ഉരുകിപ്പോകും. ദൈവത്തിന് ജനത്തിന് വേണ്ടി നൽകുന്ന നന്മകൾ കണ്ടുകൊണ്ട് ദുഷ്ടൻ പല്ല് കടിച്ചു. ഇവിടെ ശത്രുവിന്റെ ആ ഏജന്റുമാരായിരിക്കുന്നവർ പല്ല് കടിച്ചു. എവിടെയാ പല്ല് കടി ഉണ്ടെന്ന് അറിയാമോ? നമുക്കറിയാം, നഗ്നനരകത്തിൽ പല്ല് കടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ളിടത്ത് പല്ലുകടിയും കരച്ചിലും ഉണ്ടാകും. ഇന്ന് പല്ല് കടിച്ച് അരിശം മൂത്തും സത്യത്തിനെതിരെ എഴുന്നേറ്റ് നിന്നാൽ മറന്നു പോകരുത് കൊട്ടോ നിത്യനരകാഗ്നിയിൽ എന്നേക്കുമായി പല്ല് കടിച്ച് ഉരുകിപ്പോകേണ്ടതായിട്ട് വരും. അവിടെ പല്ല് കടിച്ച് കരച്ച് നിലവിളിക്കേണ്ടതായിട്ട് വരും. ഇന്ന് ക്രോധത്തോടെ എഴുന്നേൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവിക സത്യത്തിനെതിരെ ആരെങ്കിലും എഴുന്നേറ്റാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, എന്ന് പല്ല് കടിച്ച് ദൈവമക്കൾക്കെതിരെ ഓടിയാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഒരു ദിവസം വരാൻ പോവുക, ഗന്ധി ന്യായവിധിയുണ്ട്. നിത്യ നരകാഗ്നിയിൽ എന്നേക്കുമായി പല്ല് കടിച്ച് അവിടെ കരച്ചിലും പല്ലുകടിയും കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള അഗ്നിനരകത്തിലേക്ക് തള്ളപ്പെടേണ്ടി വരും. എന്നാൽ നിങ്ങൾ പല്ല് കടിച്ചൊരുവനെ കൊന്നുകളഞ്ഞാലും അവൻ എത്തപ്പെടുന്നത് ദൈവസന്നിധിയിലേക്കാ, ദൈവകൃപയിലേക്കാ. അതുകൊണ്ട് ഭക്തന്മാരുടെ മുഖം എപ്പോഴും പ്രകാശിച്ചു നിൽക്കുന്നത്. അവർ ലജ്ജിച്ചു പോകാത്തതിന്റെ കാരണം അവർ എത്തപ്പെടുന്ന സ്ഥാനത്തെക്കുറിച്ചറിയാം. അവർ പല്ല് കടിച്ച് അവർ നോക്കിയപ്പോൾ അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ഇവർ പല്ല് കടിച്ചവനെ അവനെതിരെ പാഞ്ഞു വരുമ്പോൾ അവന് നോക്കുവാൻ ഒരു സ്ഥലമുണ്ടായിരുന്നു. രാത്രി ദുഷ്ടൻ പല്ല് കടിച്ച് എനിക്കും നിനക്കുമെതിരെ, നമ്മുടെ തലമുറയ്ക്കെതിരെ പല്ല് കടിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്ക് സ്വർഗത്തിലേക്ക് നോക്കാം. ഇന്ന് രാത്രി ഒരു വിടുതലിന്റെ രാത്രിയായി ദൈവം മാറ്റാൻ പോകുക. പല്ല് കടിക്കുന്ന ശക്തികളെ, ദേശത്തിന്റെ പോരുകളെ, കെട്ടുകളെ യേശു ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് ദുഷ്ടൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. ദിവസങ്ങളിൽ ദൈവം ഏറ്റെടുക്കുക. ഈ ഫെബ്രുവരി മാസം ആത്മാവിൽ ദൂത് പറയുക. ദൈവമക്കൾക്കെതിരെ പല്ല് കടിച്ചുകൊണ്ട് പ്രവർത്തിക്കും, കൊന്നുകളയും, നശിപ്പിച്ചു കളയും, ഇല്ലാതാക്കി കളയും, നിന്റെ വിശ്വാസം എവിടെ, നിന്നെ തകർത്ത് കളയുമെന്ന് വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ദൈവത്തിന്റെ ആത്മാവിന്റെ വചനത്തിൽ നിന്ന് വിളിച്ചു പറയുക. നീ പല്ല് കടിച്ച് ഉരുകിപ്പോകുകയുള്ളൂ. ഞങ്ങളുടെ മുഖം എന്നും പ്രകാശിതമായിരിക്കും. അവങ്കിലേക്ക് നോക്കിയത് കൊണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്ന കൊണ്ട് ദൈവമക്കൾ വിളിച്ചു പറയും, അതെ, ഞങ്ങളുടെ മുഖം എപ്പോഴും പ്രകാശിതമായി. അവങ്കിലേക്ക് നോക്കിയുടെ മുഖം പ്രകാശിതമായി. അവിടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. പല്ല് കടിക്കുകയല്ല, ഉറക്ക ദൈവത്തിന് സ്തോത്രം ചെയ്യും. എല്ലാ കതരങ്ങളും തുറന്ന് സ്തോത്രം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മ്യൂട്ട് ചെയ്യേണ്ട, അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് അൺമ്യൂട്ട് ചെയ്യാതെ സ്തോത്രം ചെയ്യണം. പല്ല് കടിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. വായ തുറന്ന വിസ്താരത്തിൽ വായ തുറക്ക. ദൈവം അതിനെ നിറയ്ക്കും. ഇവൻ ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ ആത്മനിറവുള്ളവനായി ഞാൻ വിശ്വസിക്കുന്നത് അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച സ്തെഫാനോസ് ഉള്ളു തുറന്ന് ദൈവത്തെ നോക്കിയപ്പോൾ അവന്റെ മുഖം എന്ത് ചെയ്തു? അത് പ്രകാശിതമായ സ്വർഗത്തിലേക്ക് നോക്കി. ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തെ വലത്ത് ഭാഗത്തിരിക്കുന്നത് ഞാൻ കാണുന്നുവെന്ന് സാക്ഷ്യം പ്രസ്താവിച്ചു. അവൻ സാക്ഷ്യം പ്രസ്താവിക്കുക. അവൻ സ്വർഗം തുറന്നെന്നുള്ള സാക്ഷ്യം പ്രസ്താവിച്ചെന്ന്. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കം നിലവിളിച്ചു. ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ചവന്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളിപ്പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്ക് വെച്ചു. എന്താണ് ഈ പ്രമാണം എന്നറിയാമോ? എന്താണ് അവർ ചെയ്തെന്നറിയാമോ? പ്രമാണം അവർ തെറ്റിച്ചില്ല, അതുപോലെ തന്നെ ചെയ്തു. ആവർത്തന പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആരാണ് ശൗലിന്റെ അടുക്കൽ കൊണ്ടുപോയി വസ്ത്രം വെച്ചതെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആരാണോ സ്തെഫാനസിനെ കല്ലെറിയുവാൻ വേണ്ടി ആദ്യം കല്ലെടുത്തത്, കള്ളസാക്ഷികളായിട്ടുള്ളവരാണ് കല്ലെടുത്തത്. ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കാം. അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, മരണശിക്ഷ കൊടുക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തന പുസ്തകത്തിൽ അതിന്റെ 17-ാം അധ്യായം
6-7 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരമാണ് 17-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഞാൻ വായിക്കാം. 17-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: ആദ്യം മരണയോഗ്യനായവനെ കൊല്ലുന്നത് 2-3 സാക്ഷിയുടെ വാമൊഴിയാൽ ആയിരിക്കണം. ഏകസാക്ഷിയുടെ വാമൊഴിയാൽ അവനെ കൊല്ലരുത്. അവനെ കൊല്ലേണ്ടതിന് ആദ്യം സാക്ഷികളുടെയും പിന്നെ സർവ്വജനത്തിൻ്റെയും കൈ അവൻ്റെ മേൽ ചെല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇതാണ് പ്രമാണം. ഒരുവൻ മരണയോഗ്യനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മരണയോഗ്യനെ കൊല്ലുന്നത് 2-3 സാക്ഷിയുടെ വാമൊഴിമേൽ ആയിരിക്കണം. ഒന്നിലധികം സാക്ഷികൾ വേണം. ഒരാളുടെ ഏകസാക്ഷിയുടെ വാമൊഴികൾ അവനെ കൊല്ലരുത്. അവനെ കൊല്ലേണ്ടതിന് ആദ്യം സാക്ഷികളുടെയും പിന്നെ സർവ്വജനത്തിൻ്റെയും കൈ അവൻ്റെ മേൽ ചെല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇതാണ് പ്രമാണം. അതനുസരിച്ചാണ് കള്ളസാക്ഷികളെ എഴുന്നേൽപ്പിച്ചു. ദൈവം കൊടുത്ത പ്രമാണം നല്ലതിന് വേണ്ടിയാണ്. പക്ഷെ ഇവിടെ ഇവരുപയോഗിക്കുന്നത് സത്യത്തിന് വിരുദ്ധമായി കള്ളസാക്ഷി എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഈ ആദ്യം സ്തെഫാനോസിനെ കല്ലെറിഞ്ഞത് കള്ളസാക്ഷ്യം പറഞ്ഞവരാണ്. അപ്പോൾ ഈ കള്ളസാക്ഷ്യം പറഞ്ഞവരാണ് ആദ്യം എറിയേണ്ടത്. ബാക്കിയുള്ളവരൊക്കെ എറിയണം. പക്ഷെ ഇവരാണ് അടുത്തുപോയി എറിയേണ്ടത്. അപ്പോൾ ഇവരുടെ വസ്ത്രത്തിൽ രക്തം തെറിച്ചു വീഴും. ആ രക്തം തെറിച്ചു വീഴാതിരിക്കാൻ വേണ്ടിയാ അവിടെ സ്വന്തം വസ്ത്രം ഊരി വെച്ചിട്ട് കല്ലെറിയാൻ പോയി നിന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് വസ്ത്രം സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗലെന്ന പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. ഇവര് കല്ലെറിയാൻ പോകുന്നതിന് മുമ്പായി സ്വന്തം വസ്ത്രം ഊരി വെച്ചു. പറഞ്ഞാൽ കല്ലെറിയുമ്പോൾ രക്തം വീഴും. അടുത്തുപോയി എറിയേണ്ടത്, ആദ്യത്തെ കല്ലെറിയേണ്ടത് സാക്ഷികൾ. അപ്പോൾ അവര് കല്ലെറിയാൻ വേണ്ടി ഇവനെ നഗരത്തിൽ നിന്ന് പുറത്താക്കി കല്ലെറിയാൻ പോവുകയാണ്. അപ്പോൾ ഇവരുടെ വസ്ത്രം അവര് സൂക്ഷിക്കാൻ വേണ്ടി സാക്ഷ്യത്തിനായി ഇവർ സാക്ഷികളാകുന്നു. അവരാണ് ആദ്യ സാക്ഷികൾ എന്നുള്ളതിന് സാക്ഷ്യം ആയിട്ട് ആദ്യം കല്ലെറിയേണ്ടവർ സാക്ഷികളായിട്ടുള്ളവർ കൊണ്ടുപോയി വസ്ത്രം വെച്ചത് ശൗലെന്ന ബാല്യക്കാരൻ്റെ കാൽക്കൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഇവർ കല്ലെറിഞ്ഞു. കാൽക്കൽ വെച്ചു. ഈ ശൗലിത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. യേശുവിൻ്റെ സത്യസാക്ഷിയായിരിക്കുന്ന സ്തെഫാനോസിനെ കൊല്ലുന്ന ആദ്യം കള്ളസാക്ഷ്യം കള്ളസാക്ഷികളായിരിക്കുന്നവർ കല്ലെറിയുമ്പോൾ ആ കള്ളസാക്ഷികളുടെ വസ്ത്രം കാത്തുകൊണ്ട് നിന്നവനായിരുന്നു ഞാനും നിങ്ങളും അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന ശൗൽ. അന്ന് കള്ളസാക്ഷികളായ സ്തെഫാനോസിന്റെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടി അവരുടെ വസ്ത്രം സൂക്ഷിച്ചുകൊണ്ട് കാത്തുനിന്ന് അതിന് സാക്ഷ്യമായിട്ട് അല്ലെങ്കിൽ അതിന് സമ്മതമായി നിന്ന അവനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവനായിരുന്നു അവിടുത്തെ സമ്മതമുള്ള വ്യക്തി, എല്ലാ അധികാരമുള്ളവനായിരുന്നു. അവൻ്റെ കാൽക്കൽ കൊണ്ടുപോയാണ് ഈ പറയുന്ന വസ്ത്രം വെച്ചത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ശൗലെന്ന് കല്ലെറിഞ്ഞില്ല. അവൻ അവിടുത്തെ അതിൻ്റെ മേൽനോട്ടക്കാരനായിരുന്നു. അവൻ അതിനുവേണ്ടി നോക്കിക്കൊണ്ടിരുന്നു. ഈ സ്തെഫാനോസിനെ കൊല്ലുന്നതിൻ്റെ മേൽനോട്ടവനായിരുന്നു. അതിനവൻ സമ്മതമായിരുന്നു. അവൻ കല്ലെറിഞ്ഞിട്ടില്ല. പക്ഷേ കല്ലെറിഞ്ഞു എന്നുള്ള എനിക്കറിയത്തില്ല. പക്ഷേ ഇവൻ മേൽനോട്ടം വഹിക്കുന്നവനായിരുന്നു. അവനായിരുന്നു ഞാനും നിങ്ങളും നമ്മൾ ലേഖനങ്ങളിലൂടെ പഠിക്കുന്ന മനസ്സിലാക്കിയെടുക്കുന്ന ശൗലെന്ന പൗലോസിന്റെ കാൽ കീഴിലാണ് കള്ളസാക്ഷികളുടെ വസ്ത്രം വെച്ച് യേശുവിൻ്റെ സത്യസാക്ഷിയായ സ്തെഫാനോസിന്റെ കല്ലെറിഞ്ഞ് കൊന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സത്യസാക്ഷിയാക്കി മാറ്റുവാൻ ദൈവം അവൻ്റെ ഹൃദയത്തോടെ ഇടപെടുവാൻ ഇടയാത്തുന്നു. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ആ ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കുകയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. പാപം നിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ശൗലിന് ഒരു നാളും രക്ഷിക്കപ്പെടുവാൻ കഴിയത്തില്ലായിരുന്നു. രാത്രി കണ്ണുകളടയ്ക്കാൻ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തെഫാനോസ് പ്രാർത്ഥിക്കുക, ദൈവമേ ഇവരുടെ പാപം നിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഈ കള്ളസാക്ഷിയുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്ന ശൗലിന് ഒരു നാളും
രക്ഷപ്പെടുവാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ദൈവം അവനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത്, ദൈവം ശൗലിനെ കണ്ടിരുന്നു. അവൻ്റെ ഉള്ളിൽ സത്യത്തിൻ്റെ അന്വേഷണമുണ്ടായിരുന്നു. അവൻ തെറ്റായ മാർഗത്തിൽ അന്ന് നിന്നിരുന്നു. സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് നിന്നാൽ സത്യതൽപ്പനായിരുന്ന ശൗലിനെ ദൈവം കാണുവാൻ തീർന്നു. അവിടെ സ്തെഫാനോസ് കല്ലേറുകൊണ്ട് മരിക്കുമ്പോൾ, കള്ളസാക്ഷികൾ അവനെ കല്ലെറിയുമ്പോൾ, ഇവിടെ സത്യത്തിന് വേണ്ടി താല്പര്യമുള്ള ശൗലിനെ സ്വർഗം കണ്ടിരുന്നു. രാത്രിയിൽ കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവിടെ സ്തെഫാനോസ് മരിക്കുമ്പോൾ ഇവിടെ ദൈവം സത്യത്തിന്റെ സാക്ഷിയായി സകല ജനത്തിനു വേണ്ടി സാക്ഷിയെ തീരുവാൻ ഒരുവനെ ദൈവം രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ ഇടയായി. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. രാത്രി സകലത്തിന് സാധ്യമുള്ള സകലവും അവന് സാധ്യമാണ്. ഏത് ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ കഴിയുള്ളവൻ. കള്ളസാക്ഷികൾ എഴുന്നേറ്റ് നിന്ന് പലതും പറഞ്ഞ് അവനെ കല്ലെറിഞ്ഞു കൊന്നപ്പോൾ ആ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നത് അവൻ്റെ ഉള്ളിൽ അതിന് സമ്മതമുണ്ടായിരുന്നെങ്കിലും സത്യത്തിൻ്റെ ഒരു ലാഞ്ചന അവൻ്റെ ഉള്ളിൽ പോയി. ഇതെല്ലാം സത്യമാണോ എന്നുള്ള ചിന്ത അവനുണ്ടായി. ദൈവം അവനോട് ഇടപെടുവാൻ ഇടയായി. സത്യത്തിന് താല്പര്യമായിട്ടുള്ളവരെ ദൈവം രക്ഷിപ്പാൻ ഇടയായി. എറിഞ്ഞവർ മാനസാന്തരപ്പെട്ടില്ല. അവരാരും മാറിയില്ല. എന്നാൽ സത്യത്തിന് വേണ്ടി നിന്ന ആ തൽപരനായിരുന്നവനെ ദൈവം സത്യത്തിന്റെ സാക്ഷിയാക്കി മാറ്റുവാനായിരുന്നു. ഒരു കാലത്ത് ഞാനും നിങ്ങളും പലതിനു വേണ്ടി നമ്മുടെ ആത്മാർത്ഥമായി നിന്നവരായിരുന്നു. നമുക്ക് സത്യം അറിയത്തില്ലായിരുന്നു. എന്നാൽ കൃപയാൽ നമ്മുടെ ഉള്ളിലെ ആ അന്തരംഗത്തിലെ സത്യത്തിന്റെ ഇച്ഛയെ കണ്ടുകൊണ്ട് ദൈവം നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ, കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു തന്റെ ആത്മാവിനെ പിതാവൻ ദൈവത്തിന്റെ കയ്യിലേക്ക് പരമേൽപ്പിച്ചു കൊടുത്തു. അവന്റെ ഉള്ളിൽ നിന്ന് വെള്ളവും രക്തവും ഒഴുകി സാക്ഷ്യം പ്രസ്താവിച്ചു. സാക്ഷാലിവൻ ദൈവമാകുന്നു, ദൈവപുത്രനാകുന്നു വെളിപ്പെടുത്തി ജീവനദിയെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി ജീവന്റെ ആ നദിയെ പുറപ്പെടുവിച്ച യേശു ക്രിസ്തു മുഖാന്തരമുള്ള നിത്യരക്ഷയ്ക്കായ സ്തോത്രം ചെയ്യാം. പല്ലുകടിക്കുന്ന ശക്തികളുണ്ട്. കള്ളസാക്ഷ്യം പറയുന്നുണ്ടെന്നാൽ ദൈവമക്കൾ പല്ലുകടിക്കാനുള്ളവരല്ല. ദൈവം നമ്മുടെ വായെ വിസ്തൃതി തുറക്കാൻ തന്നിരിക്കുക. ഏത് പ്രതിസന്ധിയിലും ഏത് സമയത്തും സ്വർഗത്തിലേക്ക് നോക്കി സ്തോത്രം പറയുക. ദിവസം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതെ, നമ്മളൊരു പരിവർത്തനം, ഒരു മാറ്റം ദൈവം ആഗ്രഹിക്കുക. പല്ലുകടിച്ച് ശത്രു ഉരുകിപ്പോകും. എത്ര പേർ വിശ്വസിക്കുന്നു? അതെ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ഉയർച്ച കണ്ടുകൊണ്ട്, നമ്മുടെ വിടുതൽ കണ്ടുകൊണ്ട് അത് ശത്രു പല്ലുകടിക്കുന്നുണ്ട്. അവൻ പല്ലുകടിച്ച് ഈ ദിവസങ്ങളിൽ ഉരുകിപ്പോകുവാൻ ദൈവമിടയാക്കി തീരും. അവൻ ഇടയാക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. എല്ലാവരും പറഞ്ഞാട്ടെ, അതെ, ഒരിക്കലും ശത്രു എന്നെ ജയിക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഞാൻ അവന്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. അവങ്കിലേക്ക് നോക്കിയുടെ മുഖം പ്രകാശിതമായി, അവിടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. ജീവിതത്തിന്റെ എല്ലാ വേളകളിലും ദൈവത്തിന് കൃപയുണ്ടാകും. സ്തെഫാനോസ് മരിക്കുന്നവന്റെ അന്ത്യശ്വാസത്തിന്റെ സമയത്തും അവന്റെ മുഖം പ്രകാശിതമായി തീർന്നെങ്കിൽ, കല്ലുകൾ കൊണ്ട് ഏറുകൊണ്ട് അവൻ വീണ് കിടക്കുമ്പോഴും ആ മുഖത്തുണ്ടായിരുന്ന പ്രത്യാശ നഷ്ടപ്പെട്ടു പോയില്ല. ഹൃദയത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയില്ല. അവന്റെ ആത്മാവിനെ പിതാവാം ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുവാൻ ഇടയായിരുന്നെങ്കിൽ രാത്രി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാൻ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവമുണ്ട്. നമുക്ക് വേണ്ടി പ്രവർത്തി ദൈവമുണ്ട്. അവൻ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചെതിരിപ്പോകും. അവിടെ നിന്നിരുന്ന ശത്രുവായിരുന്ന ഈ ശൗലിനെ ദൈവം ഈ സത്യത്തിന്റെ സാക്ഷിയാക്കി മാറ്റിയെങ്കിൽ ലോകത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ, ലോകത്തിൽ അനേകരെ കർത്താവ് ദിവസങ്ങളിൽ സത്യസാക്ഷികളാക്കി മാറ്റാൻ പോവുക. അതേ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വർദ്ധിക്കുന്ന കാലഘട്ടങ്ങളിൽ പേടിച്ചു പോകണ്ട. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് അവങ്കിലേക്ക് നോക്കാം. ഈ ദിവസത്തിൽ പ്രകാശിതരായി തീരാം. അതേ, ദൈവമായ കർത്താവ് നമ്മെ ദിവസം അനേക പല്ല് കടിക്കുന്നുണ്ട്. അനേക ശക്തികൾ നമുക്കെതിരെ പല്ല് കടിക്കുന്നുണ്ടെന്നാൽ അതിന്റെ പല്ലിന് ഇരയായി കൊടുക്കാതെ നമ്മളെ രക്ഷിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. കർത്താവ് പറഞ്ഞു, ഇതിന് നിങ്ങൾ സാക്ഷികളാതിരെ. എന്തിനാണ്? യേശു ക്രിസ്തു വന്ന ആ പുനരുത്ഥാനത്തിന്, ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്, മരണത്തെ ജയിച്ചു എന്നിട്ട് ഇന്നും നിത്യജീവന്റെ ഉറവിടമായി യേശു മുഖാന്തരമുള്ള നിത്യജീവനും അവൻ മുഖാന്തരം ലഭിക്കാൻ പോകുന്ന സകല ആത്മീയ വാക്തത്വങ്ങൾ, നിത്യതയുടെ വാക്തത്വത്തിന്റെ ഘനമോർത്തുകൊണ്ട് ദിവസം നമുക്ക് അവന്റെ സാക്ഷ്യം പ്രസ്താവിക്കാം. വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.